ഹലോ, ഇന്ന് നമ്മൾ പീരിയോഡിസിറ്റി ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്ലാസ് ആണിത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിനെ കുറിച്ചാണ്. നമുക്ക് പീരിയോഡിക് ടേബിൾ അറിയാം. പീരിയോഡിക് ടേബിളിൽ എത്ര പീരീഡ് ഉണ്ട്, എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൽ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 1ഉം 2ഉം അതുപോലെ തന്നെ 13 മുതൽ 18 വരെ ഉള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജനറൽ ഡിസ്കഷൻ ഓൺ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. ഓൾറെഡി നമ്മൾ ഈ പോർഷൻ കവർ ചെയ്തതാണ്. അതായത് അതിൻ്റെ അറ്റോമിക് റേഡിയം ഓരോ ഗ്രൂപ്പിലും നമുക്കറിയാം. മെയിൻ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? S&P ബ്ലോക്സിനെ കമ്പൈൻ ചെയ്ത് പറയുന്നതാണ് എന്ത് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന്. അപ്പോൾ നമ്മൾ അറ്റോമിക് റേഡിയയും അയോണിക് റേഡിയയും IE അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൾപ്പി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഇതെല്ലാം പഠിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ഡിസ്കഷൻ നമ്മൾ കഴിഞ്ഞതാണ്. ഈ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്താണെന്ന് നമുക്ക് പറഞ്ഞാൽ എന്താണ് 18 വെർട്ടിക്കൽ കോളംസ് ആണ്. നമുക്കറിയാം എന്താണ് 18 ഗ്രൂപ്പ്സും 7 പീരീഡും ചേർന്നതാണ് എന്ത്, അതായത് ഹൊറിസോണ്ടൽ 7 റോസും വെർട്ടിക്കൽ 18 കോളംസും കൂടെ ചേർന്നതാണ് എന്ത് നമ്മളുടെ പീരിയോഡിക് ടേബിൾ. അത് കൂടാണ്ട് എന്തുകൊണ്ട് നമുക്ക് F ബ്ലോക്ക് ഉണ്ട്. നമ്മൾ പിന്നെ ബ്ലോക്കുകളായിട്ട് തിരിക്കുന്നുണ്ട്. എന്താണ് SPDF എന്ന ബ്ലോക്കുകളായിട്ട് തിരിക്കുന്നു. അതല്ല പീരീഡും ഗ്രൂപ്പും പറയുകയാണെങ്കിൽ എന്താണ് 7 പീരീഡും ഉണ്ട്, 18 ഗ്രൂപ്പ്സും ഉണ്ട്. ഇതിൽ ഗ്രൂപ്പ് 1 ഓർ 1A എന്ന് പറയുന്നതിൻ്റെ ഗ്രൂപ്പ് നെയിം എന്താണ്? ആൽക്കലി മെറ്റൽസ് ആണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ദേ ഫോം സ്ട്രോങ് ആൽക്കലീസ് വിത്ത് വാട്ടർ. സെക്കൻഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ 2A ആണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ദേ ഓൾസോ ഫോം ആൽക്കലീസ് ബട്ട് വീക്കർ ദാൻ ഗ്രൂപ്പ് 1 എലമെന്റ്സ്. ഇവരെ നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നു. അവരുടെ പ്രോപ്പർട്ടിയാണ് എന്ത്? അവരും ആൽക്കലി ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രൂപ്പ് 1ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ എന്താണ് ഫോം ചെയ്യുന്ന ആൽക്കലി വീക്കർ ആണ് ദാൻ ഗ്രൂപ്പ് 1 എലമെന്റ്. ഇനി ഗ്രൂപ്പ് 13 എലമെന്റ്, അതാണ് ബോറോൺ ഫാമിലി. അതിലെ ഫസ്റ്റ് മെമ്പർ എന്താണ്? ബോറോൺ ആണ്. അതിലെ ബാക്കി പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഗ്രൂപ്പ് 14 അല്ലെങ്കിൽ 4A എന്ന് പറയുന്നതാണ് കാർബൺ ഫാമിലി. കാർബൺ ആണ് അവിടുത്തെ ഫസ്റ്റ് എലമെന്റ്. ഗ്രൂപ്പ് 15 ഓർ 5A, ഇതാണ് നൈട്രജൻ ഫാമിലി. ഇതിനകത്ത് എന്തുണ്ട്? നോൺ മെറ്റൽസും മെറ്റലോയിഡ്സും ഉണ്ട്. പിന്നെ ഗ്രൂപ്പ് 16 ആണ് ഓക്സിജൻ ഫാമിലി, അല്ലെങ്കിൽ നമ്മൾ ചാൽക്കോജൻസ് എന്ന് ഇവരെ പറയാം. ഓക്സിജൻ ഫാമിലി അതല്ലെങ്കിൽ ചാൽക്കോജൻസ്. 17 ഗ്രൂപ്പ് 17 അല്ലെങ്കിൽ 7A എന്ന് പറയുന്നതാണ് ഹാലോജൻ ഫാമിലി. പിന്നെ ഗ്രൂപ്പ് 18 ആണ് സീറോ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് ഇനേർട്ട് ഗ്യാസ് എലമെന്റ്സ് ആണ് എന്ത് ഗ്രൂപ്പ് 18. നോബിൾ ഗ്യാസസ് ആണ്. ഇവരെന്താണ് നോർമൽ കണ്ടീഷൻസിൽ എന്തായിരിക്കും? ഇനേർട്ട് ആയിരിക്കും. ഇത്രയും വരുന്നത് അതായത് എസും 1S1 S2 ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം അതുപോലെ ഗ്രൂപ്പ് 13 മുതൽ 18 വരെ വരുന്ന ഇത്രയും എലമെന്റ്സിനെ ചേർത്താണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. നോബിൾ ഗ്യാസ് അഥവാ ഗ്രൂപ്പ് 18th എലമെന്റ്സ്. നമുക്കറിയാം 18th ഗ്രൂപ്പിലാണ് ഇവരെ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇവർക്ക് എന്തുകൊണ്ടാണ് ഇവരെ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയാൻ കാരണം ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. നമ്മൾ ഏതൊരു ഇനേർട്ട് ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അത് കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ ആയതുകൊണ്ടാണ് ഇവരെ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ എന്താണ് ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയാൻ കാരണം. നോബിൾ ഗ്യാസസിന്റെ ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാരണം എന്താണ്? ഇവർ ഹൈലി അൺറിയാക്റ്റീവ് ആയിരിക്കും. പിന്നെ നമ്മൾ റെഡോൺ ഒഴികെ മറ്റേതൊരു നോബിൾ ഗ്യാസിനെ നോക്കിയാലും നമുക്ക് അറ്റ്മോസ്ഫിയറിൽ കാണാം. ഓൾ നോബിൾ ഗ്യാസസ് എക്സെപ്റ്റ് റെഡോൺ ഒക്കർ ഇൻ ദി നേച്ചർ ആണ്. മെയിൻ സോഴ്സ് ഓഫ് ഹീലിയം എന്താണ്? നാച്ചുറൽ ഗ്യാസ് ആണ്. ഇനി ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്കറിയാം. എന്താണ്? ഇവർക്ക് ഇന്നബിലിറ്റി ഫോർ അയണൈസേഷൻ ആണ്. ഇവരെ അയണൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇവർക്കൊരു സ്റ്റേബിൾ S2P6 എന്ന് പറഞ്ഞൊരു സ്റ്റേബിൾ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളത് കാരണം ഇവർക്കൊരു ഇലക്ട്രോണിനെ കൊടുക്കാൻ താല്പര്യമില്ല, വാങ്ങാനും ഇഷ്ടമില്ല. അപ്പോൾ എന്താണ് ഇന്നബിലിറ്റി ഫോർ അയണൈസേഷൻ കാരണം എന്തായിരിക്കും? മോസ്റ്റ് ഓഫ് ദി ഗ്യാസസ് വിൽ നോട്ട് ഫോം കോമ്പൗണ്ട്സ്. ഈ നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ എന്താണ് 18th ഗ്രൂപ്പ് എലമെന്റ്സ് എന്ത് ചെയ്യത്തില്ല? മോസ്റ്റ് ഓഫ് ദം എന്താണ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്തായിരിക്കും? മോണോ അറ്റോമിക് ആയിരിക്കും. പിന്നെ വേറെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് കളർലെസ്, ഓർഡർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ് ആയിരിക്കും. അപ്പം ഇതാണ് ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഇനി നമ്മൾ പറഞ്ഞു എന്താണ്? ഇവർക്ക് ഒരു സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടെന്ന്. നമുക്കറിയാം IE അയണൈസേഷൻ എൻതാൾപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ എത്രത്തോളം എനർജി ആവശ്യമാണെന്നുള്ളതാണ്. അപ്പം ഇവർ ഈ സ്റ്റേബിൾ കോൺഫിഗറേഷനിലായതുകൊണ്ട് തന്നെ ഇവർ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് എന്തായിരിക്കും? വെരി ഹൈ എന്തായിരിക്കും? IE ആയിരിക്കും, അയണൈസേഷൻ എൻതാൾപ്പി ആയിരിക്കും ഉണ്ടാവുക. പിന്നെ
നമ്മൾ പഠിച്ച ഒരു കോമൺ ട്രെൻഡ് ആണ് എന്ത്, ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോൾ ഐ കുറയുന്നു അല്ലേ, ഡൗൺ ദ ഗ്രൂപ്പ് ഐ കുറയുന്നു. അതുകൊണ്ട് തന്നെ ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോൾ ഉള്ള എലമെന്റ്സ് ആണ് എന്ത്, സെനോൺ, ക്രിപ്റ്റോൺ ഒക്കെ. അതിനൊക്കെ എന്തായിരിക്കും, അയണൈസേഷൻ എനർജി കുറവായിരിക്കും. കുറവായതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഇവര് ചില കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. With oxygen and fluorine, xenon will form various number of compounds. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് xenon fluorides-ഉം xenon oxyfluorides ഒക്കെ നമ്മൾ പണ്ട് പ്ലസ് ടു തൊട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അപ്പം xenonന് വേരിയസ് നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാം. ഇവരുടെ സ്ട്രക്ചർ നമുക്ക് VSEPR തിയറി വെച്ച് പ്രെഡിക്റ്റ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഒരു എളുപ്പമാർഗ്ഗം എങ്ങനെയാണ് ഷേപ്പ് കാണുന്നതെന്ന്. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയാം. ഇപ്പം നമ്മൾ XeF6 എടുക്കുകയാണെങ്കിൽ, XeF6 ആണ് എടുക്കുന്നതെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞത്, അത് നമ്മൾ VSEP നമ്പർ കാണണം അല്ലേ, VSEP നമ്പർ കാണണം. അതിനുള്ളൊരു ഇക്വേഷൻ ഒക്കെ ഞാൻ തന്നിരുന്നു. എന്താണ്, നമ്പർ ഓഫ് ബോണ്ട് പെയർസ് നോക്കണം. ഇവിടെ നമ്പർ ഓഫ് ബോണ്ട് പെയർസ് ഇവിടെ എത്രയാണ്, 6 അല്ലേ. xenonോട്ട് എത്ര ഫ്ലൂറിനാണ് ബോണ്ട് ഏർപ്പെട്ടെ, 6. അപ്പം 6 ബോണ്ട് പെയർസ് ഉണ്ട്. പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർ കാണാൻ എന്ത് ചെയ്യണം, 1/2 ഇൻറ്റു വാലൻസി ഓഫ് ദി സെൻട്രൽ ആറ്റം. വാലൻസി ഓഫ് ദി സെൻട്രൽ ആറ്റം എവിടെ, അവിടെ സെനോൺ ആണ്. അവിടെ വാലൻസി എത്രയാണ്, അപ്പം വാലൻസ് ഇലക്ട്രോൺസ് എത്രയുണ്ട്, 8 അല്ലേ. അപ്പോൾ വാലൻസി ഓഫ് ദി സെൻട്രൽ ആറ്റം 8 ആണ്. പിന്നെ ചാർജ് ഓഫ് ദി ബോണ്ടഡ് ആറ്റംസ്, ഫ്ലൂറിൻ്റെ ടോട്ടൽ ചാർജ്. അപ്പോൾ 6 ഫ്ലൂറിനുണ്ട്, അപ്പോൾ എത്ര വരും ചാർജ്, -6 അല്ലേ. ഇനി മറ്റ് ചാർജുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ചാർജും കൊടുക്കുക, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജ് ഇവിടെ ചെയ്യുക. അതങ്ങനെയായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, നമ്പർ ഓഫ് ലോൺ പെയർസ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ 6 ബോണ്ട് പെയർ പ്ലസ് 8 - 6 എത്ര വന്നു, 2, 2/2 1 ലോൺ പെയർ. അപ്പം 6 ബോണ്ട് പെയറും 1 ലോൺ പെയറുമായി എന്തിൻ്റെ ഷേപ്പ്, VSEP നമ്പർ, XeF6ന്റെ VSEP നമ്പർ. ഇതെന്ന് വെച്ചാൽ ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ ആണ് ഇതിൻ്റെ. അപ്പം എന്ത് ഷേപ്പ്, ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ. ഇനി ഇതുപോലെ നമുക്ക് XeO3യുടെ കണ്ടുപിടിച്ച് നോക്കാം. XeO3 വരുമ്പോൾ എത്ര ആറ്റംസ്, എത്ര ഓക്സിജൻ ആറ്റം ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുണ്ട്, നമ്മൾ സിഗ്മ ബോണ്ട് മാത്രം നോക്കിയാൽ മതി. എത്ര ഓക്സിജൻ ആറ്റം ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടു, 3. അപ്പം 3 ബോണ്ട് പെയർസ് വന്നു, 3 ബോണ്ട് പെയർസ് പ്ലസ് 1/2 ഇൻറ്റു വാലൻസി ഓഫ് സെനോൺ എത്രയായിരുന്നു, 8 മൈനസ് ചാർജ് ഓഫ് ദി സറൗണ്ടഡ് ആറ്റം. നമുക്കറിയാം ഓക്സിജന് -2 ചാർജ് ആണ്. അപ്പം -2 ഇൻറ്റു 3 വരുമ്പോൾ എത്ര വരും, -6 വന്നു അല്ലേ. പിന്നെ കോംപ്ലക്സിന് അല്ലെങ്കിൽ എന്ത് കോമ്പൗണ്ടിന് പ്രത്യേകം ചാർജ് ഇല്ലാത്തതുകൊണ്ട് മറ്റൊന്നും നമ്മൾ ആഡ് ചെയ്യാൻ നിൽക്കണ്ട. ഇത്രയും ലോൺ പെയർസ് ആണ്. അപ്പം എന്ത് വന്നു, 3 ബോണ്ട് പെയർ പ്ലസ് എത്ര ലോൺ പെയറാണ് വന്നേക്കുന്നത് ഇവിടെ, 8 - 6. 8 - 6 എന്ന് പറയുമ്പോൾ 2, 2/2 1 ലോൺ പെയർ. നോക്കുക 3 + 1 ടോട്ടൽ 4 ഇലക്ട്രോൺ പെയർ വരുന്നതാണ് നമുക്ക് വേണ്ടത്. ടോട്ടൽ 4 ഇലക്ട്രോൺ പെയർ വരുമ്പോൾ ഏതായി ഹൈബ്രിഡൈസേഷൻ, sp3 ഹൈബ്രിഡൈസേഷനായി. sp3 ആണെങ്കിൽ ടെട്രാഹെഡ്രൽ ആണ്. അതിലെ ഒരു sp3 ഹൈബ്രിഡ് ഓർബിറ്റലിൽ എന്താണുള്ളത്, ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആണ്. ബാക്കി 3 എന്താണ്, പിരമിഡൽ ആയിട്ടായിരിക്കും ഷേപ്പ് നീങ്ങുന്നത്. അപ്പം XeO3യുടെ ഷേപ്പ് എന്തായി, പിരമിഡലായി. നമുക്കപ്പം നമ്മൾ നേരത്തെ പഠിച്ച VSEPR നമ്പർ കാൽക്കുലേഷനിലൂടെ എല്ലാ എന്താണ് നോബിൾ ഗ്യാസ് കോമ്പൗണ്ട്സിൻ്റെയും സ്ട്രക്ചർ കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് നോട്ട് സ്ട്രക്ചർ, ഇറ്റ് ഈസ് സ്ട്രക്ചർ. ഓക്കെ, ദിസ് ഈസ് സ്ട്രക്ചർ. പിന്നെ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പറേഷൻ ഓഫ് നോബിൾ ഗ്യാസ് കോമ്പൗണ്ട്സ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിൻ്റെ പ്രപ്പോർഷനാണ് മിക്കവാറും ചോദിച്ചു കണ്ടിട്ടുള്ളത്. സെനോൺ ഫ്ലൂറൈഡ്സിൻ്റെ, അതായത് ഡിഫറൻറ്റ് സ്റ്റോഷിയോമെട്രിക് റേഷ്യോയിൽ സെനോണും ഫ്ലൂറിനും കൂടെ എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് XeF2, XeF4, XeF6 തുടങ്ങിയ എന്ത് കിട്ടും, സെനോൺ ഫ്ലൂറൈഡ്സ് കിട്ടും. ഇനി ഫസ്റ്റ് നോക്കി XeF2 കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, സെനോൺ ഇൻ എക്സസ് ആണെങ്കിൽ, നമ്മൾ എടുക്കുന്ന സെനോൺ എക്സസ് ആണെങ്കിൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്, നമുക്ക് XeF2 കിട്ടും. അതല്ല സെനോൺ ഈസ് ടു എന്താണ് ഫ്ലൂറിൻ എന്ന് പറയുന്നത് 1/5 റേഷ്യോയിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും, XeF4 ആയിരിക്കും. അതല്ല 1:20 റേഷ്യോയിലാണെങ്കിൽ, സെനോണും ഫ്ലൂറിനും തമ്മിൽ 1:20 റേഷ്യോയിലാണെങ്കിൽ എന്ത് കിട്ടും, XeF6 കിട്ടും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് പോർഷൻ ആണ്. ഈ റേഷ്യോ അതായത് എക്സസ് ആണ്, സെനോൺ എക്സസ് ആണെങ്കിൽ നമുക്ക് XeF2 കിട്ടുന്നു. 1:5 ആണെങ്കിൽ നമുക്ക് XeF4 കിട്ടുന്നു. 1:20 റേഷ്യോയിലാണെങ്കിൽ എന്ത് കിട്ടും, XeF6 കിട്ടും.
ഇനി പ്രോപ്പർട്ടീസ് ഓഫ് സെനോൺ ഫ്ലൂറൈഡ്സ് ആണ് പറയുന്നത്. എല്ലാ സെനോൺ ഫ്ലൂറൈഡ്സ് എന്താണ്? ഫ്ലൂറിനേറ്റിംഗ് ഏജൻസ് ആണ്, എല്ലാം ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. പ്രോപ്പർട്ടീസ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അതുപോലെ ഓൾ ആർ അസിഡിക് ആണ്, ഇതെല്ലാം അസിഡിക് ആണ്. ഇതിന്റെ ഓർഡർ ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റൈറ്റ് അല്ലെങ്കിൽ എന്താണ് കറക്റ്റ് ഓർഡർ ഫോർ അസിഡിക് സ്ട്രെങ്ത് ഓഫ് സെനോൺ ഫ്ലൂറൈഡ്സ് വെച്ചാൽ എന്താണ് ഏറ്റവും കൂടുതൽ അസിഡിക് സ്ട്രെങ്ത് ആർക്കാണുള്ളത്? സെനോൺ ഫ്ലൂറൈഡിനാണ്. അത് കഴിഞ്ഞ് സെനോൺ ടെട്രാ ഫ്ലൂറൈഡ്, ഇവിടെ ഹെക്സാ ഫ്ലൂറൈഡ്, പിന്നെ ടെട്രാ ഫ്ലൂറൈഡ്, പിന്നെ ഡൈഫ്ലൂറൈഡ്. അതുപോലെ തന്നെയാണ് ഫ്ലൂറിനേറ്റിംഗ് ഓർഡറും അതുപോലെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഫ്ലൂറിനേറ്റിംഗ് എബിലിറ്റി ഉള്ള ആർക്കാണ്? XeF6-നാണ്, പിന്നെ XeF4, പിന്നെ XeF2. ബെസ്റ്റ് ഫ്ലൂറിനേറ്റിംഗ് ഏജന്റ് ആണ് ഏതാണെന്ന് ചോദിക്കും. കുറേ എണ്ണം തന്നിട്ട് ഇതിൽ ഏത് സെനോൺ ഫ്ലൂറൈഡ് ആണ് ബെസ്റ്റ് ഫ്ലൂറിനേറ്റിംഗ് ഏജന്റ് എന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആൻസർ എന്താണ്? XeF6 ആണ് ബെസ്റ്റ് ഫ്ലൂറിനേറ്റിംഗ് ഏജന്റ്. ഇത് നമ്മൾ കണ്ടുപിടിച്ച പോലെ മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു VSEPR തിയറി വെച്ചിട്ട് നമുക്ക് ഷേപ്പ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. അതേ രീതിയിൽ കണ്ടുപിടിച്ചാണ് ഇവിടെ. ഓക്സിഡൈസ് സ്റ്റേറ്റ് എങ്ങനെയാണ് കാണുന്നത്? ഈ ഫ്ലൂറിന്റെ ചാർജ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന രീതിയിൽ എന്താ x - 2 = 0 ആ രീതിയിൽ നമുക്ക് എല്ലാത്തിന്റെയും ഓക്സിഡൈസ് സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ നമ്മുടെ VSEP നമ്പർ ഉപയോഗിച്ച് നമുക്ക് നമ്പർ ഓഫ് ബോണ്ട് പെയർസും നമ്പർ ഓഫ് ലോൺ പെയർസും ടോട്ടൽ പെയർസും കാണാം. അതിൽ നിന്ന് നമുക്ക് സ്ട്രക്ചറും അതിന്റെ റിമാർക്സും എന്തുകൊണ്ട് ആ സ്ട്രക്ചർ വന്നു എന്നുള്ള റിമാർക്സും നമുക്ക് കിട്ടും. ഇത് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കാം. ഇത് നമ്മൾ VSEP നമ്പർ വെച്ചിട്ട് ഈ എല്ലാ മോളിക്യൂൾസിന്റെ എല്ലാ കോമ്പൗണ്ട്സിന്റെ എന്ത് ചെയ്യുക, ഇത് ചെയ്ത് നോക്കുക, സ്ട്രക്ചർ കണ്ടുപിടിക്കുക, കണ്ടുപിടിച്ചിട്ട് ഈ ടേബിളുമായിട്ട് കമ്പയർ ചെയ്യുക. അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ബോറൈഡ്സ്. ബോറൈഡ്സിന്ന് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാലും വളരെ ചുരുക്കം പ്രാവശ്യങ്ങളിൽ മാത്രമേ എന്ത് കണ്ടിട്ടുള്ളൂ, ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളൂ. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് വിട്ട് കളയണ്ട, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ടോപ്പിക് എടുക്കുന്നത്. പക്ഷേ സെനോൺ ഫ്ലൂറൈഡ്സ് ഒക്കെ ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. അത് ഒരിക്കലും നമ്മളൊരു സെറ്റ് എക്സാമിന് പോകുമ്പോൾ ഒരിക്കലും വിട്ട് കളയാൻ പാടില്ലാത്ത പോർഷനാണ് സെനോൺ ഫ്ലൂറൈഡ്സ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് കോമ്പൗണ്ട്സ്. പക്ഷേ ബോറൈഡ്സ് ഒക്കെ എന്ന് വെച്ചാൽ വായിച്ചുകൊണ്ട് പോയാൽ നമുക്കൊരു ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ 100% ഷുവർ ഞാൻ പറയുന്നൊരു പോർഷൻ അല്ല കാർബൺ ബോറൈഡ്സ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട്സ് ഓഫ് ബോറോൺ ആൻഡ് ലെസ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്സ്, അതായത് മെറ്റൽസുമായിട്ട് അല്ലെങ്കിൽ എന്താണ് മെറ്റലോയിഡ്സുമായിട്ട് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ബോറോണുമായിട്ട് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ബോറൈഡ്സ് ഫോം ചെയ്യുന്നത്. നമുക്കറിയാം ബോറൈഡ്സ്, ഐഡ്സ്, അപ്പം ക്ലോറൈഡ്സ്, ഓക്സൈഡ്സ്. ഐഡ്സ് അതൊരു ആനയോണായിട്ട് ഫോം ചെയ്യണം അല്ലേ? ഒരു ആനയോണായിട്ട് നിൽക്കുമ്പോഴാണ് ഐഡ്സ്, IDES ലാസ്റ്റ് വരുന്നത്. അപ്പം ഈ ബോറോൺ എന്താവണം? ഒരു ആനയോണായിട്ട് ആക്ട് ചെയ്യണം. അപ്പം അതിനെന്താ വേണ്ടത്? ബോറോണിനെക്കാട്ടിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞവരുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടാൽ മാത്രമേ എന്താവത്തുള്ളൂ? ബോറൈഡ്സ് ഫോം ചെയ്യത്തുള്ളൂ അല്ലേ? അതെന്തായിരിക്കും? ഒരു മെറ്റലോ മെറ്റലോയിഡ്സോ ആയിരിക്കും. അപ്പം മെറ്റലോയിഡ്സുമായിട്ടോ എന്താണ് കോമ്പൗണ്ട്സ് ബോറോൺ ഫോം ചെയ്യുമ്പോഴാണ് ബോറൈഡ്സ് ഉണ്ടാവുന്നത്. ഇനി നമുക്കറിയാം എല്ലാ ഡി ബ്ലോക്ക് എലമെന്റ്സ്, അതായത് ഈ സിങ്ക്, സിൽവർ, കാഡ്മിയം, ഗോൾഡ് ആൻഡ് മെർക്കുറി ഒഴികെയുള്ള ബാക്കി എല്ലാ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ബോറൈഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഇത് പല റേഞ്ചിലാണ്, പല സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ എന്താണ് പല കോമ്പോസിഷനാണ് ബോറൈഡ്സിന്. അതായത് M4B, M3B അങ്ങനെ പല എന്താണ് കോമ്പോസിഷൻ ഓഫ് ബോറൈഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. The composition and structure of metal borides are exceedingly varied and range from metal rich, അതായത് M4B എന്നൊക്കെ വെച്ചാൽ എന്താണ്? മെറ്റൽ റിച്ച് ആണ്. അതുപോലെ തന്നെ എന്താ മെറ്റൽ ബോറോൺ റിച്ച് കോമ്പൗണ്ട്സും ഉണ്ടാകുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം ഇവിടെ മെറ്റലിന്റെ എമൗണ്ട് ആണ് കൂടുതൽ, അപ്പം ഇത് മെറ്റൽ റിച്ച് ബോറൈഡ്സ് ആണ്. അതുപോലെ തന്നെ എന്താണ് ബോറോൺ റിച്ച് കോമ്പൗണ്ട്സ് MB50, MB66 അങ്ങനെ എന്താണ് ബോറോൺ റിച്ച് കോമ്പൗണ്ട്സും ഫോം ചെയ്യുന്നുണ്ട്. ഇതിനെന്താണ് ഒരു യുണീക്ക് സോളിഡ് സ്റ്റേറ്റ് ആർക്കിടെക്ചേഴ്സ് ഉണ്ടാവും. ഈ മെറ്റീരിയൽസ്, ഈ ബോറൈഡ്സ് എന്താണ് ഒരു ഫിക്സഡ് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. പിന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് എന്താണ്? എക്സ്ട്രീം ഹാർഡ്നെസ് ആണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഇനേർട്ട്നെസ് ടു എയർ ആൻഡ് മിനറൽ ആസിഡ്സ് ആൻഡ് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി. ബോറൈഡ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് എന്ത്? ഹാർഡ്നെസ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഇനേർട്ട്നെസ്, ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഒക്കെ എന്താണ്? ബോറൈഡ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഇനി എക്സാമ്പിൾസ് ഓഫ് മെറ്റൽ ബോറൈഡ്സ് ആൻഡ് ദെയർ സ്ട്രക്ചേഴ്സ്. ഇവിടെ നോക്കുക, മാംഗനീസിന്റെ ബോറൈഡ് എന്താണ്? ഇവിടെ ഒരു ബോറോൺ ആറ്റമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ബോറോൺ അറേഞ്ച്മെന്റ് ഐസൊലേറ്റഡ് ആറ്റമായിട്ടായിരിക്കും. ഇപ്പം M4B അല്ലെങ്കിൽ M3B അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ് BB ബോൺസ് അവിടെ ഉണ്ടാവില്ല. അവിടെ എന്താണ് ഐസൊലേറ്റഡ് ആറ്റംസ് ആയിട്ടായിരിക്കും ബോറോൺ നിൽക്കുന്നത്. ഇനി എന്താണ് B2 വരികയാണെങ്കിൽ B3, B2 അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എന്താണ് അത് പെയേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ സിക്സാഗ് ആയിട്ടോ ഒക്കെ നിൽക്കും, പെയേഴ്സ് ആയിട്ട് നിൽക്കുന്നു. ഇനി രണ്ടും മെറ്റലും ബോറൈഡ്സും എന്താണ്
ബോറോണും സെയിം നമ്പർ ആണ്, 6 ആക് ചെയിൻ ആയിരിക്കും അവിടുത്തെ സ്ട്രക്ചർ, 6 ആക് ചെയിൻ. ആ രീതിയിൽ എന്താണ് സ്ട്രക്ചറിന് വേരിച്ചും ബോറോൺ അറേഞ്ച്മെന്റ് മാറ്റമുണ്ട്. നിങ്ങൾക്ക് ഈ ടേബിൾ ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. മെയിനായിട്ട് സെറ്റിനല്ല, CSIR-നോ ഗേറ്റിനോ ഒക്കെ ചിലപ്പം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. മെയിനായിട്ട് ഗേറ്റിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഗേറ്റും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടേബിൾ പഠിക്കാൻ നോക്കുക. അതല്ല സെറ്റിന് അത്രയും വലിയ ഇമ്പോർട്ടൻസ് ഈ പോർഷന് ഇല്ല, ഈ ടേബിളിനില്ല. കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, സ്കാൻഡിയം, ക്രോമിയം, ഇറ്റർബിയം, തോറിയം, അതുപോലെ തന്നെ എന്താണ് മെനി ലാന്തനൈറ്റ്സുമായിട്ടൊക്കെ ബോറോൺ എന്താണ് ബോറൈഡ്സ് Mb6 ബോറൈഡ്സ് ഫോം ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു മെറ്റൽസും നോൺ മെറ്റൽസുമായിട്ട് ബോറോൺ കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോഴാണ് ബോറൈഡ്സ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ബോറോൺ കാർബണുമായിട്ട് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ ഒരിക്കലും ബോറൈഡ്സ് എന്നല്ല പറയുന്നത്. എന്താണ് പറയുന്നത് അതിന് പകരം? കാർബൈഡ്സ് എന്ന് പറയും. കാർബൈഡ്സ്. എന്തുകൊണ്ട് അവരെ കാർബൈഡ്സ് എന്ന് പറയുന്നു? ബിക്കോസ് എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് കാർബൺ ഈസ് മോർ ദാൻ അല്ലേ ദാറ്റ് ഓഫ് ബോറോൺ. നമ്മൾ പറഞ്ഞു എന്താണ് മെറ്റൽസിനും മെറ്റലോയിഡ്സിനും ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ടാണ് അവിടെ ബോറൈഡ്സ് ഫോം ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ കാർബണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? കാർബണിനായിരിക്കും എന്ത് മോർ ഇലക്ട്രോനെഗറ്റിവിറ്റി. അതുകൊണ്ട് തന്നെ അതെന്താണ് ബോറോൺ കാർബൈഡ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഇനി ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്, എന്ത് കാർബൺ ബോറൈഡിന്റെ പ്രിപ്പറേഷൻ. നിങ്ങളോട് ചോദിക്കുന്ന ഡയറക്റ്റ് നിങ്ങൾ പ്രിപ്പറേഷൻ എന്താണെന്നായിരിക്കില്ല ഒരുപക്ഷെ. എന്താണ് വെൻ B2O3 reduced with carbon in an electric furnace, what is the product formed എന്ന് ചോദിക്കും. അപ്പോൾ എന്താ പറയേണ്ടത്? പ്രോഡക്റ്റ് എന്തായിരിക്കും? B4C അല്ലെങ്കിൽ എന്താണ് ബോറോൺ കാർബൈഡ് ആയിരിക്കും അവിടെ ഉണ്ടായ പ്രോഡക്റ്റ്. എന്ന് വെച്ചാൽ വളരെ എന്താണ് സ്ട്രോങ് ആണ് ഈ ബോറോൺ കാർബൈഡ്സ് എന്ന് വെച്ചാൽ എക്സീഡിംഗ്ലി സ്ട്രോങ് ആണ്, കെമിക്കലി ഇനേർട്ട് ആണ്. ഇതിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് അബ്രസീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഡയമണ്ടിനെ പോലെ ഹാർഡ് ആയതുകൊണ്ട് ഇത് നമ്മളുടെ ബോറോൺ കാർബൈഡ് അബ്രസീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എയർക്രാഫ്റ്റ് ആർമർ ഫോർ എയർക്രാഫ്റ്റ് ആൻഡ് എന്താണ് ആസ് എ ന്യൂട്രോൺ അബ്സോർബർ ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. അപ്പം ഇതെല്ലാം എന്താണ് ബോറോൺ കാർബൈഡ്സിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു എന്താണ് കോമ്പൗണ്ട് ആണ് ബോറോൺ കാർബൈഡ്. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻ വേണമെങ്കിൽ ചോദിക്കാം, അതിന്റെ ഈ പ്രോപ്പർട്ടീസ് ചോദിക്കാം, അതുപോലെ എവിടെ യൂസ് ചെയ്യുന്നുവെന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ ആണ് കാർബൈഡ്സ്. Only compounds in which carbon is combined with elements of similar or lower electronegativity are called carbides. കാർബൺ എന്താണ് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളവരോ അതല്ലെങ്കിൽ അതിനെക്കാട്ടിൽ കുറവ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളവരുമായിട്ട് ബോണ്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കാർബൈഡ്സ് ഫോം ചെയ്യും. ഇനി മെയിൻ ആയിട്ട് ഉള്ള കാർബൺ എന്താണ് കാർബൈഡ്സിന്റെ പ്രിപ്പറേഷൻ ആണ് ഈ പറയുന്നത്. ഒന്ന്, ഡയറക്റ്റ് യൂണിയൻ ഓഫ് ദി എലമെന്റ്സ് അറ്റ് ഹൈ ടെമ്പറേച്ചറിൽ. ഏത് എലമെന്റിന്റെ കാർബൈഡ് ആണോ വേണ്ടത് അതുമായിട്ട് എന്താണ് ഹൈ ടെമ്പറേച്ചറിൽ റിയാക്ഷൻ നടത്തുക. ആ കാർബണും ഹൈ ടെമ്പറേച്ചറിൽ ആ എലമെന്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? കാർബൈഡ് ഉണ്ടാകാം. അതാണ് ഫസ്റ്റ് മെത്തേഡ്. ഏതൊരു മെറ്റൽ കാർബൈഡ് അല്ലെങ്കിൽ ഏതൊരു കാർബൈഡ് എടുത്താലും ഈ മൂന്ന് രീതിയിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും അത് പ്രിപ്പയർ ചെയ്യുന്നത്. രണ്ടാമത്തെ, ഹീറ്റിംഗ് എ കോമ്പൗണ്ട് ഓഫ് ദി മെറ്റൽ particularly the oxide with carbon. രണ്ടാമത്തെ മെത്തേഡാണ് എന്ത്? ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ഓഫ് മെറ്റൽ, ഇപ്പോൾ ഓക്സൈഡ്സ് എടുക്കാം, മെറ്റൽ ഓക്സൈഡ്സ് എടുത്ത് അത് കാർബണുമായിട്ടുള്ള റിയാക്ഷൻ ഹീറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്നു? കാർബൈഡ് ഉണ്ടാകുന്നു. മൂന്നാമത്തെയാണ് ഹീറ്റിംഗ് ദി മെറ്റൽ ഇൻ ദി വേപ്പർ ഓഫ് എ സ്യൂട്ടബിൾ ഹൈഡ്രോ കാർബൺ. നമ്മളിപ്പം പറഞ്ഞ എന്താണ് കോമ്പൗണ്ട് ഓഫ് മെറ്റൽ യൂസ് ചെയ്തിട്ട് കാർബണുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്നു? മെറ്റൽ കാർബൈഡ് ഉണ്ടാകുന്നു. ഇനി അടുത്തത്, മെറ്റലിന്റെ വേപ്പർ ഒരു ഹൈഡ്രോ കാർബണുമായിട്ട് ഹീറ്റ് ചെയ്താൽ എന്തുണ്ടാകും? കാർബൈഡ്സ് ഉണ്ടാകും. മെയിൻ ഇനി ഏത് മെറ്റലും ആയിക്കോട്ടെ ഈ മൂന്ന് മെത്തേഡ്സിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അതിന്റെ പ്രിപ്പറേറ്ററി മെത്തേഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി കാർബൈഡ്സ് ഓഫ് കോപ്പർ, സിൽവർ, ഗോൾഡ്, സിങ്ക് ആൻഡ് കാഡ്മിയം. ഇതിന്റെ കാർബൈഡ്സിനെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് എന്ത്? അസറ്റിലൈറ്റ്സ് എന്ന്. ഓർത്തിരിക്കുക, കോപ്പർ, സിൽവർ, ഗോൾഡ്, സിങ്ക് ആൻഡ് കാഡ്മിയത്തിന്റെ കാർബൈഡ്സിനെ കോമൺലി പറയുന്നത് എന്താണ്? അസറ്റിലൈറ്റ്സ്. എന്തുകൊണ്ടാണ്? they are prepared by passing acetylene into solutions of the metal salts. നമ്മൾ ഇപ്പം കോപ്പറിന്റെയോ സിൽവറിന്റെയോ ഗോൾഡിന്റെയോ ഒക്കെ എന്താണ് മെറ്റൽ സോൾട്സ് അമോണിയാക്കൽ സൊല്യൂഷൻസ് ഓഫ് സോൾട്ടിൽ എന്ത് ചെയ്യുക?
നമ്മളുടെ ഈ അസെറ്റിലീൻ പാസ് ചെയ്തിട്ടാണ് ഈ കാർബൈഡ്സ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ കാർബൈഡ്സിനെ കോമൺ ആയിട്ട് എന്തെന്ന് പറഞ്ഞത് അസെറ്റിലൈറ്റ്സ് എന്ന് പറയാൻ കാരണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? Cu2C2, Ag2C2 അല്ലെങ്കിൽ Au2C2 എന്നൊക്കെ നമുക്ക് കിട്ടും. Whereas for zinc and cadmium, the acetalides are Zn(C2) and Cd(C2) are obtained by passing acetylene into alkane solution of dialkyl compounds. നമ്മൾ പറഞ്ഞു കോപ്പർ, സിൽവർ, ഗോൾഡ് അതിന്റെ അമോണിയാക്കൽ സൊല്യൂഷൻസ് ഓഫ് ദി സോൾട്ടിലേക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ഈ കാർബണിനെ ട്രീറ്റ് അല്ലെങ്കിൽ അസെറ്റിലീൻ ട്രീറ്റ് ചെയ്യുന്നത്. ഇനി സിങ്കിന്റെയും കാഡ്മിയത്തിന്റെയും കേസ് വരുമ്പോൾ എന്താണ്? അതിന്റെ അസെറ്റിലൈഡ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിന്റെ ആൽക്കെയിൻ സൊല്യൂഷൻ ഓഫ് ഡയാൽക്കൈൽ കോമ്പൗണ്ട്സിൽ നിന്ന്. ഇപ്പൊ ഇതിന്റെ നമുക്കറിയാം എന്താണ് മെറ്റൽ ഡയാൽക്കൈൽ കോമ്പൗണ്ട്സ് നമുക്കറിയാം. അപ്പം അതിന്റെ ഡയാൽക്കൈൽ കോമ്പൗണ്ട്സിലേക്കാണ് എന്ത് ചെയ്യുന്നത്? അസെറ്റിലീൻ പാസ് ചെയ്യുന്നത്. അങ്ങനെയാണ് സിങ്കിന്റെയും കാഡ്മിയത്തിന്റെയും എന്ത് അസെറ്റിലൈഡ്സ് അല്ലെങ്കിൽ കാർബൈഡ്സ് ഫോം ചെയ്യുന്നത്. Copper and silver acetalates are explosive, being sensitive to both heat and mechanical shock. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതാണ് ഇപ്പൊ അസെറ്റിലൈറ്റ്സ് കുറെ തന്നിട്ട് ചോദിക്കും ഇതിൽ ഏതാണ് എക്സ്പ്ലോസീവ് എന്ന് ചോദിക്കും. അപ്പൊ ഏതൊക്കെയാണ് എക്സ്പ്ലോസീവ്? കോപ്പറും സിൽവറും ആണെന്ത് എക്സ്പ്ലോസീവ്. അതെന്താണ്? ഹീറ്റും മെക്കാനിക്കൽ സ്ട്രോക്കിനും എന്താണ് സെൻസിറ്റീവ് ആയിരിക്കും, ഹൈലി സെൻസിറ്റീവ് ആയിരിക്കും. ഇനി ടൈപ്സ് ഓഫ് കാർബൈഡ്സ്. ഫസ്റ്റ് ടൈപ്പ് ആണ് സോൾട്ട് ലൈക്ക് കാർബൈഡ്സ്. നമുക്ക് പേരിന് സോൾട്ട് ലൈക്ക് അല്ലേ, സോൾട്ട് പോലുള്ളതപ്പം ഇപ്പം Na+Ca ആ രീതിയിൽ, അതായത് സോൾട്ട് പോലെ ആനയോൺസും കാറ്റയോൺസും ഫോം ചെയ്യാൻ പറ്റണം. അതേ ടൈപ്പ് കാർബൈഡ്സ് ആണ് എന്ത്? സോൾട്ട് ലൈക്ക് കാർബൈഡ്സ്. ദി മോസ്റ്റ് ഇലക്ട്രോപോസിറ്റീവ് മെറ്റൽ ഫോം കാർബൈഡ്സ് ഹാവിംഗ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദേ ആർ എസെൻഷ്യലി അയോണിക്. അപ്പൊ അയോണിക് കോമ്പൗണ്ട് ആണ് ഫോം ചെയ്യുന്നത്. അയോണിക് കാർബൈഡ് ആണെങ്കിൽ അവരെ പറഞ്ഞ പേരാണ് എന്ത്? സോൾട്ട് ലൈക്ക് കാർബൈഡ്സ്. ഇത് നമുക്കറിയാം. The colorless crystals are hydrolyzed by water or diluted acid at ordinary temperature and the hydrocarbons corresponding to the anion C4- അല്ലെങ്കിൽ C2 2- അല്ലെങ്കിൽ C3 4- ഒക്കെ നമുക്ക് ഫോം ചെയ്യും. അപ്പം നമുക്കറിയാം ഒരു എന്താ ഇപ്പം നമുക്ക് NaCl ഒക്കെ എടുത്താൽ നമുക്കറിയാം എന്താണ് Na+ഉം Cl- ഉണ്ടാകും. അതൊരു അയോണിക് ആയതുകൊണ്ടാണ്. അതുപോലെ അയോണിക് കോമ്പൗണ്ട്സ് ഒരു ആനയോണും കാറ്റയോണും ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ ആനയോൺസും കാറ്റയോണുമായിട്ട്, കാറ്റയോൺ എന്ന് പറയുമ്പോൾ എന്താണ്? ആ മെറ്റൽ ആയിരിക്കും. ആനയോൺസ് എന്ന് പറയുമ്പോൾ ഒന്നീ C4- അല്ലെങ്കിൽ C2 2- അല്ലെങ്കിൽ C3 4- ഇങ്ങനെയുള്ള ആനയോൺസ് ഫോം ചെയ്യുകയാണെങ്കിൽ അത്തരം കാർബൈഡ്സ് ആണ് എന്ത്? സോൾട്ട് ലൈക്ക് കാർബൈഡ്സ്. എക്സാമ്പിൾസ് ഓഫ് മെത്തനൈറ്റ്സ് ഉണ്ട്. ഇത് എന്താണ്? ബെറിലിയത്തിന്റെ കാർബൈഡ് അല്ലെങ്കിൽ എന്താ അലൂമിനിയം കാർബൈഡ്, ഇതൊക്കെ എന്താണ്? മെത്തനൈറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. അല്ലെങ്കിൽ കാൽസ്യം കാർബൈഡ്, ഇതൊക്കെ എന്താണ്? നമ്മുടെ സോൾട്ട് ലൈക്ക് കാർബൈഡ്സിനുള്ള എക്സാമ്പിൾസ് ആണ്. മറ്റൊരു പ്രോപ്പർട്ടിയാണ് എന്ത്? ഈ കാർബൈഡ്സ് എക്സോതെർമലി റിയാക്ട് വിത്ത് വാട്ടർ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഈതൈൻ ഫോം ചെയ്യും. ഈതൈൻ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? CH ട്രിപ്പിൾ ബോണ്ട് CH, ഇതാണ് ഈതൈൻ. അതിന് മറ്റൊരു പേരാണ് അസെറ്റിലീൻ എന്ന് പറയുന്നത്. അപ്പം ഈതൈൻ ഫോം ചെയ്യുന്നു. രണ്ടാമത്തെ എന്താണ്? ഇറ്റ് ഈസ് CaC2 is an important chemical intermediate and is used on an industrial scale to produce calcium cyanamide. കാൽസ്യം സൈനമൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കാർബൈഡ് ആണ് എന്ത്? കാൽസ്യം കാർബൈഡ്. എന്താണ് സൈനമൈഡ് എന്ന് വെച്ചാൽ? സൈനമൈഡ് ഈസ് യൂസ്ഡ് ആസ് എ നൈട്രോജീനിയസ് ഫെർട്ടിലൈസർ ആണ്. ഇത് എന്തിനു യൂസ് ചെയ്യുന്നുണ്ട്? സൈനമൈഡ് യൂറിയയുടെയും മെലാമിന്റെയും ഒക്കെ പ്രിപ്പറേഷനും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം സൈനമൈഡ് പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്താണ്? കാൽസ്യം കാർബൈഡ് ആണ്. ആ കാൽസ്യം കാർബൈഡിനകത്ത് നമുക്ക് സൈനമൈഡ് കിട്ടും. ഈ സൈനമൈഡ് ഒരു നൈട്രോജീനിയസ് ഫെർട്ടിലൈസറുമാണ്. അതുപോലെ തന്നെ യൂറിയയും മെലാമിനും ഒക്കെ ഉണ്ടാക്കാനും എന്ത് യൂസ് ചെയ്യുന്നു? സൈനമൈഡ് യൂസ് ചെയ്യുന്നു. ഇനി നമുക്കറിയാം എന്താണ്? ഇത് അയോണിക് സോൾട്ട്സ് ആണ് അല്ലേ. അപ്പം അതുപോലെ തന്നെ നമുക്കറിയാം NaCl ഒരു അയോണിക് സോൾട്ട്, അയോണിക് ആണ്. അപ്പം ഈ NaCl ടൈപ്പ് ലാറ്റിസ് ആയിരിക്കും ഈ അസെറ്റിലൈറ്റ്സും കാണിക്കുന്നത്. അതായത് Ca+ റീപ്ലേസിംഗ് Na+ ആൻഡ് C2 2- റീപ്ലേസിംഗ് Cl-. അതായത് ഇപ്പം നമുക്കൊരു NaCl ക്രിസ്റ്റലിൽ എങ്ങനെയാണോ Na+ഉം Cl- അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെയാണ് എന്താണ് CaC2ന്റെ അറേഞ്ച്മെന്റും. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഇന്റർസ്റ്റീഷ്യൽ കാർബൈഡ്സ്. ഫസ്റ്റ് വൺ ആയിരുന്നു അയോണിക് അല്ലെങ്കിൽ എന്താണ് സോൾട്ട് ലൈക്ക് കാർബൈഡ്സ്. രണ്ടാമത്തെ ആയിരുന്നു ഇന്റർസ്റ്റീഷ്യൽ കാർബൈഡ്സ്.
These are formed mostly by transition elements and some of the lanthanides and actinides. ഇൻഡസ്ട്രി നമ്മൾ ചോദിക്കും ഇപ്പം തന്നിരിക്കുന്നതിൽ ഏതാണ് സോഡ് ലൈക്ക് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഏതാണ് ഇൻഡസ്ട്രീഷ്യൽ കാർബൈഡ്സ് എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നമ്മളുടെ ഫസ്റ്റ് ആർ സെക്കൻഡ് ഗ്രൂപ്പുമായിട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ട് വരുന്ന ഏതാണ്, അല്ലെങ്കിൽ അലൂമിനിയം, അതൊക്കെ എന്താണ് സോൾട്ട് ലൈക്ക് കാർബൈഡ്സ് ആയിരുന്നു. ഇനി ഇൻഡസ്ട്രീഷ്യൽ കാർബൈഡ്സ് എന്ന് പറയുമ്പോൾ ഏതായിരുന്നു, ട്രാൻസിഷൻ എലമെന്റ്സുമായിട്ടോ അല്ലെങ്കിൽ ലാന്തനൈഡ്സ് ആയിട്ടോ ആക്ടിനൈഡ്സ് ആയിട്ടോ ഒക്കെ ഫോം ചെയ്യുന്ന കാർബൈഡ്സ് ആണ് എന്ത് ഇൻഡസ്ട്രീഷ്യൽ കാർബൈഡ്സ്. ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ ഗ്രൂപ്പ്, ഇതൊക്കെ എന്താണ് ലാർജ് നമ്പർ ഓഫ് കാർബൈഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. എന്താണ് വിത്ത് വൈഡ് റേഞ്ച് ഓഫ് സ്റ്റോഷിയോമെട്രി. ഇപ്പോൾ ഒരു ഫോർമുല മാത്രമല്ല, നമുക്കറിയാം എന്താണ് ഈ ട്രാൻസിഷൻ മെറ്റൽസിന് വേരിയഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെന്താണ് ലാർജ് നമ്പർ ഓഫ് കാർബൈഡ്സും ഫോം ചെയ്യുന്നുണ്ട്. ദേ ആർ ടിപ്പിക്കലി ഇൻഫ്യൂസിബിൾ ആൻഡ് ആർ വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ആർ വെരി ഹാർഡ്. ഇതെന്താണ് ഈ ഇൻഡസ്ട്രീഷ്യൽ കാർബൈഡ്സ് എന്ത് ഇൻഫ്യൂസിബിൾ ആണ്, അതുപോലെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, വെരി ഹാർഡും ആണ്. അതിന് എക്സാമ്പിൾ ആണ് എന്ത് ടൻഡാലം കാർബൈഡ് ആൻഡ് വൂൾഫ്ര കാർബൈഡ്. ടങ്സ്റ്റൺ ആർ വെരി ഹാർഡ് ആൻഡ് ആർ യൂസ്ഡ് ടു മേക്ക് കട്ടിംഗ് ടൂൾസ് ഫോർ ലേത്സ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രീഷ്യൽ കാർബൈഡ്സ് റിറ്റെയിൻ മെനി ഓഫ് ദി പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്. ആ മെറ്റൽസിന്റെ മെനി ഓഫ് ദി പ്രോപ്പർട്ടീസ് ആര് റീറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഈ ഇൻഡസ്ട്രീഷ്യൽ കാർബൈഡ്സ് റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ എന്താണ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആണ്, കണ്ടക്ട് ഇലക്ട്രിസിറ്റി ബൈ മെറ്റാലിക് കണ്ടക്ഷൻ ആൻഡ് ഹാവ് എ ലെസ്റ്റർ ലൈക്ക് മെറ്റൽ. മെറ്റലിന്റെ ഒട്ടുമിക്ക പ്രോപ്പർട്ടീസ് അവർ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു ട്രാൻസിഷൻ മെറ്റൽസ് ആയിരിക്കും ഇൻഡസ്ട്രീഷ്യൽ കാർബൈഡ്സ് മെയിൻ ആയിട്ട് ഫോം ചെയ്യുന്നത്. എന്താണ് ഒരു വൈഡ് റേഞ്ച് ഓഫ് സ്റ്റോഷിയോമെട്രീസ് അവർക്കുണ്ടാവും. ആ ഫോം ചെയ്യുന്ന കാർബൈഡ്സ് ഒരുപാട് നമ്പർ കാർബൈഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് എന്താണ് വേരിയഡ് റേഞ്ച് ഓഫ് സ്റ്റോഷിയോമെട്രി ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. സ്ട്രക്ചർ ഓഫ് ഇൻഡസ്ട്രീഷ്യൽ കാർബൈഡ്സ് ആണ്. ഇതിനകത്ത് എന്താണ് നമുക്കറിയാം മെറ്റൽ ആണ് അല്ലെ, മെറ്റാലിക് ലാറ്റിസിന്റെ ഒക്ടാഹെഡ്രൽ ഹോൾസിലായിരിക്കും ഈ സി ആറ്റംസ് ഒക്കുപ്പൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മെറ്റാലിക് കണ്ടക്ടിവിറ്റി ഓഫ് ദി മെറ്റലിനെ ഈ കാർബൈഡ്സ് എന്ത് ചെയ്യുന്നില്ല, അഫക്ട് ചെയ്യുന്നില്ല. ഈ കാർബണിന്റെ പ്രസൻസ് അഫക്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ മെറ്റലിന്റെ സൈസ് ഗ്രേറ്റർ ദാൻ 1.35 ആണെങ്കിൽ ഒക്ടാഹെഡ്രൽ ഹോൾസ് എന്തായിരിക്കും, ലാർജ് ആയിരിക്കും അല്ലെ. അപ്പോൾ എന്താണ് നമ്മുടെ ഈ സി ആറ്റംസിനെ കാർബൺ ആറ്റംസ് എന്താണ് ഒരു ഡിസ്റ്റോഷനും സംഭവിക്കാം, മെറ്റൽ ആറ്റംസിന് ഒരു ഡിസ്റ്റോഷനും സംഭവിക്കാതെ തന്നെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നു. ഇനി എല്ലാ ഒക്ടാഹെഡ്രൽ ഹോൾസും ഒക്കുപ്പൈഡ് ആണെങ്കിൽ ഫോർമുല എന്തായിരിക്കും, MC എന്നുള്ളതായിരിക്കും ആ മെറ്റൽ കാർബൈഡിന്റെ ഫോർമുല. ജനറലി ഇൻഡസ്ട്രീഷ്യൽ കാർബൈഡ്സ് എന്താണ് അൺറിയാക്റ്റീവ് ആണ്. വാട്ടറുമായിട്ടൊന്നും നമ്മളിപ്പോൾ അയോണിക് കാർബൈഡ്സ് നമ്മൾ പറഞ്ഞു വാട്ടർ റിയാക്ഷൻ ഉള്ളത്, പക്ഷേ ഇവിടെ എന്താണ് വാട്ടറുമായിട്ടൊന്നും റിയാക്ഷൻ ഇല്ല. അതുപോലെ തന്നെ എന്താണ് ഇപ്പം HFO HNO3 ഒക്കെ എടുക്കുകയാണെങ്കിൽ കോൺസെൻട്രേറ്റഡ് HFO HNO3 എടുക്കുകയാണെങ്കിൽ എന്താണ് ചെറുതായിട്ട് എന്താണ് റിയാക്ട് ചെയ്യും. Some metals including chromium, manganese, iron, cobalt and nickel have radii below 1.35 angstrom. Hence the metal lattice is distort. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് മെറ്റലിന് എന്താണ് സൈസ് കൂടുതലാണെങ്കിൽ ഒക്ടാഹെഡ്രൽ ഹോളിൽ കറക്റ്റ് ആയിട്ട് കാർബൈഡ്സ് ഇരിക്കുമെന്ന്, കാർബൺ ആറ്റംസ് ഇരിക്കാൻ കഴിയും. പക്ഷേ നമ്മൾ ഇത്തരം ചില എന്താണ് മെറ്റൽസിന് 1.53 ആംസ്റ്ററിനെക്കാട്ടി കുറവാണ് സൈസ് എങ്കിൽ എന്തായിരിക്കും metal lattice distort ആവും. Thus the structure are more complicated. For compounds such as B2C, Mn5C2, Fe3C, B4C3 ഒക്കെ എന്താണ് ഇതിന്റെ സ്ട്രക്ചേഴ്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇനി സിമന്റൈറ്റ് അതായത് Fe3C എന്ന് വെച്ചാൽ എന്താണ് നമ്മളുടെ സ്റ്റീലിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ്. അപ്പം ചോദിക്കും സിമന്റൈറ്റ് എന്താണ്, അല്ലെങ്കിൽ സിമന്റൈറ്റിന്റെ ഫോർമുല എന്താണ്, അല്ലെങ്കിൽ യൂസ് എന്താണെന്ന് ചോദിക്കാം. These carbides are more reactive and are hydrolyzed by dilute acids and in some cases by water, giving mixture of hydrocarbons and H2. ഇനി നമ്മൾ പറഞ്ഞു സം മെറ്റൽസ് എന്താണ്, അതായത് ക്രോമിയം മാംഗനീസ് പോലുള്ള മെറ്റൽസ് എന്താണ് കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ആണ്, ലാറ്റിസ് ഡിസ്റ്റോർട്ട് ആണ് പറഞ്ഞു. ഇനി ഈ ടൈപ്പ് മെറ്റൽസ് എന്തായിരിക്കും, അവർ മോർ റിയാക്റ്റീവ് ആണ്. നമ്മൾ പറഞ്ഞു ആദ്യത്തെ ക്ലാസ് പറഞ്ഞു എന്താണ് അത് ജനറലി അൺറിയാക്റ്റീവ് ആണെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത് പറഞ്ഞാണ് എന്ത് ഈ മെറ്റൽസ് കൊണ്ട് ഫോം ചെയ്യുന്ന കാർബൈഡ്സ് എന്താണ് മോർ റിയാക്റ്റീവ് ആണ്. അവർ ഡൈല്യൂട്ട് ആസിഡ്സുമായിട്ടോ ചില സമയം വാട്ടറുമായിട്ടോ ഒക്കെ എന്ത് ചെയ്യും ഹൈഡ്രോലൈസ് ചെയ്തിട്ട് മിക്സ്ചർ ഓഫ് ഹൈഡ്രോകാർബൺസും ഹൈഡ്രോജനും നമുക്ക് തരും. ഇനി സം കാർബൈഡ്സ് ആർ ബേസ്ഡ് ഓൺ ദി
NaCl structure with C occupying all of the Cl positions. These includes carbides or some of the early transition metals. അതായത് TiC, സിർക്കോണിയം കാർബൈഡ്, ഹാഫ്നിയം കാർബൈഡ്, ഇങ്ങനെയുള്ള ഈ കാർബൈഡ്സ് ഒക്കെ എന്താണ് നമ്മുടെ NaCl സ്ട്രക്ചർ ആയിരിക്കും. അതായത് ചില ഏർലി ട്രാൻസിഷൻ മെറ്റലുമായിട്ടുള്ള. ആൻഡ് സം ഓഫ് ദി ആക്ടിനൈഡ്സ്, തോറിയത്തിൻ്റെയും യുറേനിയത്തിൻ്റെയും PUവിൻ്റെ ഒക്കെ പ്ലൂട്ടോണിയത്തിൻ്റെ ഒക്കെ എന്താണ് കാർബൈഡ്സും എന്താണ് NaCl സ്ട്രക്ചർ കാണിക്കാറുണ്ട്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കാർബൈഡ് ആണ് കോവാലൻ കാർബൈഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റ് രണ്ട് കാർബൈഡ്സിനെ വെച്ച് നോക്കുമ്പോൾ കോവാലൻ കാർബൈഡ്സ് ഒരുപാട് വട്ടം ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടുള്ള ഒരു പോർഷനാണ്. അതിൽ സിലിക്കൺ കാർബൈഡ് ആൻഡ് ബോറോൺ കാർബൈഡ്, ഇത് രണ്ടുമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോവാലൻ കാർബൈഡ്സ്. സിലിക്കൺ കാർബൈഡ് ഈസ് ഹാർഡ്, ഇൻഫ്യൂസബിൾ ആൻഡ് കെമിക്കലി ഇനേർട്ട് ആണ്. അത് വളരെ ഹാർഡാണ്, ഇൻഫ്യൂസബിൾ ആണ്, കെമിക്കലി ഇനേർട്ട് ആണ്. ഇത് വൈഡ്ലി യൂസ്ഡ് ആസ് ആൻ അബ്രസീവ് കോൾഡ് കാർബോറാൻഡം. നമുക്കറിയാം അബ്രസീവ് എന്ന് വെച്ചാൽ ഉരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കത്തില്ലേ, ഉരയ്ക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആയിട്ട് നല്ല കട്ടിയുള്ളതിനകത്താണ് നമ്മൾ ഈ രാഗാനൊക്കെ ഉപയോഗിക്കത്തില്ലേ, അതുപോലെ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്ത് സിലിക്കൺ കാർബൈഡ്. ഇനി കാർബോറാൻഡം എന്ന് പറയുമ്പോൾ കാർബോറാൻഡത്തിലെ മെറ്റീരിയൽ എന്താണ്, കാർബോറാൻഡം എന്താണെന്ന് ചോദിച്ചാൽ എന്താണത് സിലിക്കൺ കാർബൈഡ് ആണ്. നമുക്കറിയാം ഏകദേശം 3 ലക്ഷം ടൺസ് എന്താണ് ആനുവലി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സിലിക്കൺ കാർബൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് അതിന്റെ പ്രൊഡക്ഷൻ ചോദിക്കാം. എന്താണ് ഹീറ്റിംഗ് ക്വാർട്സ് ഓർ സാൻഡ് വിത്ത് ആൻ എക്സസ് ഓഫ് കോക്ക് ഇൻ ആൻ ഇലക്ട്രിക് ഫർണസ് അറ്റ് 2000 to 2500 ഡിഗ്രി സെൽഷ്യസ് ഹൈ ടെമ്പറേച്ചറിൽ ക്വാർട്സോ സാൻഡോ എന്താണ് എക്സസ് ഓഫ് കോക്കുമായിട്ട് കാർബണുമായിട്ട് ഇലക്ട്രിക് ഫർണസ് ഹീറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, നമുക്ക് സിലിക്കൺ കാർബൈഡ് കിട്ടുന്നത്. ഇതിന്റെ പ്രിപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സിലിക്കൺ കാർബൈഡ് ഈസ് വെരി അൺറിയാക്റ്റീവ്. ഇറ്റ് ഈസ് അൺഅഫക്റ്റഡ് ബൈ ആസിഡ്സ്. ഫോസ്ഫോറിക് ആസിഡ് ഒഴികെ മറ്റൊരു ആസിഡുമായിട്ട് ആർക്ക് റിയാക്ഷൻ ഇല്ല, സിലിക്കൺ കാർബൈഡ് ഇല്ല. അപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട് തന്നിരിക്കുന്നതിൽ ഏത് ആസിഡുമായിട്ടാണ് സിലിക്കൺ കാർബൈഡ് റിയാക്ട് ചെയ്യുന്നത്. അപ്പം അതിന്റെ എന്താണ് ആൻസർ, എന്താണ് ഫോസ്ഫോറിക് ആസിഡുമായിട്ട് സിലിക്കൺ കാർബൈഡ് റിയാക്ട് ചെയ്യും, പക്ഷെ മറ്റൊരു ആസിഡ്സുമായിട്ട് എന്ത് ചെയ്യത്തില്ല, റിയാക്ഷൻ ഇല്ല. ബട്ട് ഇറ്റ് ഡസ് റിയാക്ട് വിത്ത് NaOH ആൻഡ് എയർ. മറ്റ് ആസിഡ്സുമായിട്ടില്ല, പക്ഷെ എന്താണ് ആൽക്കലി NaOHുമായിട്ടും എയറുമായിട്ടും ആൻഡ് ക്ലോറിനുമായിട്ടും ഒക്കെ എന്തിനുണ്ട്, റിയാക്ഷൻ ഉണ്ട് സിലിക്കൺ കാർബൈഡിന്. അപ്പം ഈ റിയാക്ഷൻസും ഓർത്തിരിക്കുക. ഇതിന്റെ കളർ ഡാർക്ക് പർപ്പിൾ ആണ്. ചിലപ്പോൾ എന്താണ് ബ്ലാക്ക് ഓർ ഡാർക്ക് ഗ്രീൻ ഡ്യൂ ടു ദി ട്രേസ് ഓഫ് അയൺ ആൻഡ് അതർ ഇമ്പ്യൂരിറ്റീസ്. നമുക്ക് ചിലപ്പം ഡാർക്ക് പർപ്പിൾ, ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ ആയിട്ട് കാണാം. അത് എന്തുകൊണ്ടാണ്, അയണോ അല്ലെങ്കിൽ അതർ ഇമ്പ്യൂരിറ്റീസിന്റെയോ പ്രസൻസ് കൊണ്ടാണ്. പക്ഷെ പ്യുവർ സാമ്പിൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും, പെയിൽ യെല്ലോ ടു കളർലെസ് ആയിരിക്കും പ്യുവർ സിലിക്കൺ കാർബൈഡ്. പക്ഷെ അത് ട്രേസസ് ഓഫ് വളരെ ചെറിയ എമൗണ്ട് ഓഫ് എന്താണ് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ കളർ എന്താണ് ഡാർക്കൻ ചെയ്യും, ഡാർക്ക് ആകും. സ്ട്രക്ചർ. Silicon carbide has a 3-dimensional structure of silicon and carbon atoms. Each atom tetrahedrally surrounded by 4 of the other kind. സിലിക്കൺ ഇപ്പം നമുക്കറിയാം ടെട്രാഹെഡ്രൽ ഒരു കാർബണിന് ചുറ്റും ഒരു സിലിക്കണിന് ചുറ്റും 4 കാർബൺ, പിന്നെ ഇതിന്റെ 4 വാൾസ് ചുറ്റും സിലിക്കൺ. ഇങ്ങനെ ഒരു 3-dimensional സ്ട്രക്ചർ ആയിരിക്കും ആർക്കുണ്ടാവുക, സിലിക്കൺ കാർബൈഡിന് ഉണ്ടാവുക. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. ഈ രീതിയിൽ ഒരു നെറ്റ്വർക്കിംഗ് പോലെ ഒരു 3-dimensional സ്ട്രക്ചർ ആയിരിക്കും. അതായത് എന്താണ് ഓരോ കാർബണിന് ചുറ്റും 4 യൂണിറ്റ് സിലിക്കൺ ഉണ്ടാവും, ഓരോ സിലിക്കണിന് ചുറ്റും 4 കാർബൺസും ഉണ്ടാവും. There are a large number of crystal forms based on either the diamond or word-side structure. Boron carbide is even harder than silicon carbide and is used both as an abrasive and as a shield from radiation. ഇനി ബോറോൺ കാർബൈഡ് എന്ന് വെച്ചാൽ എന്താണ്, സിലിക്കൺ കാർബൈഡിനെക്കാട്ടിൽ ഹാർഡർ ആണ്. അതും എന്തിന് യൂസ് ചെയ്യുന്നുണ്ട്, അബ്രസീവ് ആയിട്ടും. നമ്മൾ റേഡിയേഷൻ നടക്കും, ഇപ്പം ന്യൂക്ലിയർ റിയാക്ടറിന്റെ അവിടെ അല്ലെങ്കിൽ ഇപ്പം റേഡിയേഷൻസ് വരാൻ ചാൻസ് ഉള്ളത് ഷീൽഡ് ആയിട്ടും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ബോറോൺ കാർബൈഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ആണ് നൈട്രൈഡ്സ്. നൈട്രൈഡ്സ് വരുമ്പം ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ വരാം. ഇത് N3- ആണ്, ഇതാണ് നൈട്രൈഡ്സ്. ഇനി മറ്റൊന്നുണ്ട് N3- എന്ന് പറയുന്നത്. ഇതെന്താണ്, അസൈഡ് ആണ്. ഇതൊരു കോമ്പൗണ്ട് ആണ്. ഇവിടെ എന്താണ്, ഇതാണ് നമ്മൾക്ക് വേണ്ട നൈട്രൈഡിന്റെ ഫോർമുല. Nന് 3- ഓക്സിജൻ സ്റ്റേറ്റ് ആണെങ്കിലാണ് എന്ത് നൈട്രൈഡ് എന്ന് പറയുന്നത്. ഇതെന്താണ്, ഇതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് -3 ആണ്. ഇതിന്റെ അയോണിക് റേഡിയസ് അപ്രോക്സിമേറ്റ്ലി എത്രയാണ്, 140 പൈക്കോമീറ്റർ ആണ്.
അതായത് ഒരു നൈട്രേറ്റിനകത്ത് എന്തുണ്ടാകും? N3- അയോൺസ് ഉണ്ടാകും. ഇനി ഇതിനെ നമ്മൾ കാർബൈഡിന്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെ ഇതിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്താണ്? അയോണിക് നൈട്രേറ്റ്, കോവാലന്റ് നൈട്രേറ്റ് ആൻഡ് ഇന്റർസ്റ്റീഷ്യൽ നൈട്രേറ്റ്. അടുത്തതാണ് ഇനി നമ്മൾ മറ്റേടത്ത് പറഞ്ഞു എന്താണ്? കാർബൈഡ്സിന്റെ കേസിൽ പറഞ്ഞു അവർ മോർ സ്റ്റേബിൾ ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പർട്ടിക്കുലർ മെറ്റൽ നൈട്രേറ്റ്സ് ആർ അൺസ്റ്റേബിൾ. അതെന്താണ്? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് അമോണിയയും കറസ്പോണ്ടിങ് മെറ്റൽ ഓക്സൈഡോ അല്ലെങ്കിൽ എന്താണ് മെറ്റൽ ഹൈഡ്രോക്സൈഡോ ഒക്കെ നമുക്ക് തരും. ബട്ട് ദി നൈട്രേറ്റ്സ് ഓഫ് ബോറോൺ, വനേഡിയം, സിലിക്കൺ, titanium and tantalum are very refractory, resistant to chemical attack and hard. ഇനി സാധാരണ ഉള്ള മെറ്റൽ നൈട്രേറ്റ്സ് ഒക്കെ എന്താണ്? അൺറിയാക്റ്റീവ് ആണ്, നോട്ട് അൺറിയാക്റ്റീവ്, അൺസ്റ്റേബിൾ ആണ്. അവർ ഈസി ആയിട്ട് എന്ത് ചെയ്യും? വാട്ടറോട് റിയാക്ട് ചെയ്ത് അമോണിയയും മെറ്റൽ ഓക്സൈഡ്സും ഹൈഡ്രോക്സൈഡ്സും തരും. പക്ഷേ നൈട്രേറ്റ്സ് ഓഫ് ബോറോൺ, വനേഡിയം, സിലിക്കൺ, ടൈറ്റാനിയം ആൻഡ് ടാന്റാലം എന്താണ്? റെസിസ്റ്റൻസ് ടു കെമിക്കൽ അറ്റാക്ക് ആണ്, ഹാർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ നൈട്രേറ്റ്സിനെ നമ്മൾ ഈ പറഞ്ഞ നൈട്രേറ്റ്സ് ഇല്ലേ അവരെ നമുക്ക് അബ്രസീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൂസിബിൾസ് മേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രാവിമെട്രി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ക്രൂസിബിൾസ് കണ്ടു. ഈ ക്രൂസിബിൾസിന്റെ പ്രൊഡക്ഷന് വേണ്ടി എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇത്തരം ഈ ബോറോൺ, വനേഡിയം, സിലിക്കൺ, ടൈറ്റാനിയം ആൻഡ് ടാന്റാലം നൈട്രേറ്റ്സും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ എപ്പോഴും എക്സെപ്ഷൻസ് ആണ് പഠിച്ചത്. നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത് എക്സെപ്ഷൻസിനാണ്. അതായത് ഏതൊക്കെ നൈട്രേറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഹാർഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് കെമിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ കെമിക്കൽ അറ്റാക്കിനെ റെസിസ്റ്റ് ചെയ്യുന്നത്, അതായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ നോർമലായിട്ട് പഠിച്ചത് എന്താണ്? അൺസ്റ്റേബിൾ ആണ് അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് തന്നെ അമോണിയ ഫോം ചെയ്യുന്നു പഠിച്ചു വെക്കും. പക്ഷേ അതും പഠിക്കണം. എപ്പോഴും എന്ത് ചെയ്യുക? എക്സെപ്ഷൻസ് നോട്ട് ചെയ്യുക. Uses of nitrate. Silicon nitrate and titanium nitrate are used as hard coating and cutting materials. നമ്മൾ പറഞ്ഞു very hard ആയതുകൊണ്ട് എന്താണ് ഹാർഡ് കോട്ടിങ്സിനായിട്ട് വല്ല കട്ടിംഗ് മെറ്റീരിയൽസ് ഫോം ചെയ്യാനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? സിലിക്കൺ നൈട്രേറ്റും ടൈറ്റാനിയം നൈട്രേറ്റും യൂസ് ചെയ്യുന്നുണ്ട്. ഹെക്സഗണൽ ബോറോൺ നൈട്രേറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഹൈ ടെമ്പറേച്ചർ ലൂബ്രിക്കന്റ്. ഹെക്സഗണൽ ബോറോൺ നൈട്രേറ്റ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നു? ഹൈ ടെമ്പറേച്ചർ ലൂബ്രിക്കന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. നൈട്രേറ്റ് കോമ്പൗണ്ട്സ് ആർ യൂസ്ഡ് ആസ് ഇൻസുലേറ്റേഴ്സ്. നമ്മൾ പറഞ്ഞു ചിലതൊക്കെ എന്താണ്? ഇത് കെമിക്കലി ഇനേർട്ട് ആണെന്ന് പറഞ്ഞു. ഏത് വനേഡിയത്തിന്റെ ഒക്കെ കേസ് പറഞ്ഞു. അപ്പൊ അതൊക്കെ എന്താണ്? ഇൻസുലേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് യൂസസ് ഓഫ് നൈട്രേറ്റ്. അടുത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താ? പ്രിപ്പറേഷൻ ഓഫ് നൈട്രേറ്റ്സ്. മെയിൻ ആയിട്ട് 2 മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് റിയാക്ഷൻ ഓഫ് എലമെന്റ്സ് അറ്റ് എലിവേറ്റഡ് ടെമ്പറേച്ചർ. അതായത് നമ്മളുടെ ഏത് മെറ്റലാണോ വേണ്ടത് അത് നൈട്രജനുമായിട്ട് കുറേ സമയം ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാകും? അതിന്റെ കറസ്പോണ്ടിങ് നൈട്രേറ്റ് ഉണ്ടാവും. സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ്? ബൈ ദ ലോസ് ഓഫ് അമോണിയ ബൈ തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് മെറ്റൽ അമൈഡ്. മെറ്റൽ അമൈഡിനെ എന്ത് ചെയ്യുക? ഒരു അമോണിയ മോളിക്യൂൾ പോയി കഴിഞ്ഞാൽ ലോസ് ഓഫ് തെർമൽ ഡീകമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ടാകും? നമുക്ക് മെറ്റൽ നൈട്രേറ്റ് ഉണ്ടാക്കാം. ഇപ്പം മെയിൻ ആയിട്ടുള്ള 2 പ്രിപ്പറേഷൻ ആണ്. ഒന്ന് എന്താണ്? ഏത് എലമെന്റ് ആണോ വേണ്ടത് ആ എലമെന്റിനെ എലിവേറ്റഡ് ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇൻ പ്രസൻസ് ഓഫ് നൈട്രജൻ എന്ത് കിട്ടും? നമുക്ക് കറസ്പോണ്ടിങ് നൈട്രേറ്റ് കിട്ടും. അതല്ല സെക്കൻഡ് മെത്തേഡ് ആണ്. എന്താണ്? അതായത് ബേരിയം അമൈഡ് പോലെയുള്ള അമൈഡ്സിനകത്തുനിന്ന് തെർമൽ ഡീകമ്പോസിഷൻ വഴി എന്തും കിട്ടും? നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് നൈട്രേറ്റ് കിട്ടും. Nitrates can also be prepared by another method, and that is the reduction of an oxide or metal halide in presence of nitrogen gas. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള മെത്തേഡ്സ്. മറ്റൊരു മെത്തേഡ് കൊണ്ട് എന്താണ്? നമ്മളുടെ മെറ്റൽ ഹാലൈഡോ മെറ്റൽ ഓക്സൈഡ്സോ ഇൻ പ്രസൻസ് ഓഫ് നൈട്രജൻ ഗ്യാസിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുമ്പോഴെന്തുണ്ടാകുന്നു? കറസ്പോണ്ടിങ് നൈട്രേറ്റ് ഫോം ചെയ്യുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് നൈട്രേറ്റ് നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണ്? അയോണിക് നൈട്രേറ്റ്, കോവാലന്റ് നൈട്രേറ്റ്സ് ആൻഡ് ഇന്റർസ്റ്റീഷ്യൽ നൈട്രേറ്റ്സ് എന്ന് പറഞ്ഞു. Lithium is the only alkali metal which is able to form a nitrate. However, all the alkaline earth metals can form nitrates with the formula M3N2. നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ട് അയോണിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്ന എന്താണ്? S ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് അല്ലേ? അപ്പം ഇതില് ആൽക്കലി മെറ്റൽസിൽ ലിഥിയം മാത്രമേ എന്ത് ഫോം ചെയ്യത്തുള്ളൂ? നൈട്രേറ്റ് ഫോം ചെയ്യത്തുള്ളൂ. പക്ഷേ എല്ലാ എന്താണ്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? നൈട്രേറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. അവരെന്താണ്? അയോണിക് നൈട്രേറ്റ്സ് ആണ്. കോവാലന്റ് നൈട്രേറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ദി പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ഓൺ ദി എലമെന്റ് ടു വിച്ച് ദി നൈട്രജൻ ഈസ് ബോണ്ടഡ്. ഫോർ എക്സാമ്പിൾ ബോറോൺ നൈട്രേറ്റ്സ്.
അതായത് നമുക്ക് കോമൺ ആയിട്ട് ഇവിടെ പ്രോപ്പർട്ടി പറയാൻ പറ്റത്തില്ല. ഏത് എലമെന്റുമായിട്ടാണോ ബോണ്ടിൽ ഏർപ്പെട്ടത് അത് വെച്ചിട്ടുള്ള പ്രോപ്പർട്ടി നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഈസ് ഐസോഇലക്ട്രോണിക് ആൻഡ് എക്സിസ്റ്റ് ഇൻ ടു സ്ട്രക്ചറൽ ഫോം, ദാറ്റ് ഈസ് അനലോഗസ് ഫോം ഓഫ് കാർബൺ വിത്ത് ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ്. ബോറോൺ നൈട്രജൻ നമുക്ക് ഇപ്പോൾ നമ്മുടെ കാർബണിന്റെ ഡയമണ്ട് ഗ്രാഫൈറ്റ് ആ രീതിയിൽ പറയാവുന്ന മറ്റൊന്നാണ് എന്ത്, ബോറോൺ നൈട്രൈഡ്. അതിന് ഐസോ ഇലക്ട്രോണിക് ആണ്. ഈ കാർബൺ ഡയമണ്ടിനും ഗ്രാഫൈറ്റിനും ഒക്കെ ഐസോ ഇലക്ട്രോണിക് ആണ് എന്ത്, ബോറോൺ നൈട്രൈഡ് എന്ന് പറയുന്നത്. അതിന്റെ പ്രോപ്പർട്ടീസ് വേരി ചെയ്യും. അപ്പോൾ ഒരു ഇങ്ങോട്ട് ചോദിക്കുന്നത് എന്താണ്, എക്സാമ്പിൾസ് ഓഫ് എന്താണ് അയോണിക് നൈട്രൈഡ്സ് ചോദിക്കാം. അപ്പോൾ എന്ത് എഴുതുക, ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എഴുതുക. അതിൽ ആൽക്കലി മെറ്റൽസിൽ ലിഥിയം മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ. കോവാലന്റിനകത്ത് നമുക്ക് എഴുതാവുന്ന എന്താണ്, ബോറോൺ നൈട്രൈഡ്. ബോറോൺ നൈട്രൈഡ് ഒരു കോവാലന്റ് നൈട്രൈഡിന്റെ എക്സാമ്പിൾ ആണ്. ഇനി interstitial nitride, it is the largest group of nitrates and form the transition metals. മെയിൻ ആയിട്ട് ഇൻഡസ്ട്രീഷ്യൽ കാർബൈഡ്സ് അല്ലെങ്കിൽ നൈട്രേറ്റ്സ് ഒക്കെ ഫോം ചെയ്യുന്നതാണ് ട്രാൻസിഷൻ മെറ്റൽസ് ആണ്. നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ കാർബൈഡ്സിന്റെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും പ്രോപ്പർട്ടീസ്. എന്താണ്, നൈട്രജൻ ആറ്റം എന്താണ്, ഹോൾസ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യസിലായിരിക്കും. ആ ഇൻ ബിറ്റ്വീൻ ദാറ്റ് എന്താണ്, മെറ്റൽ ആറ്റത്തിലായിരിക്കും ഇവിടെ എന്തിരിക്കുന്നത്, നൈട്രേറ്റ് അല്ലെങ്കിൽ കാർബൈഡ്സ് ഇരിക്കുന്നത്. The general formula of these nitrates are Mn, M2n, M4n ഒക്കെ ആയിരിക്കും ഇതിന്റെ ജനറൽ ഫോർമുല. പിന്നെ പറഞ്ഞിട്ട് നമുക്കറിയാം ട്രാൻസിഷൻ മെറ്റൽ ആവുമ്പോൾ എന്താണ്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേരിയബിൾ സ്റ്റോഷിയോമെട്രിയും ഉണ്ടാകും. ഇനി എപ്പോഴും എന്താണ്, ഇപ്പോൾ ഒരു നമ്മളുടെ പരീക്ഷയിൽ ഒരു 80% ചാൻസ് ഉള്ള ഒരു പോർഷനാണ് എന്ത്, സിലിക്കേറ്റ്സ്. സിലിക്കേറ്റ്സിന് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മൾ കാർബൈഡ്സും നൈട്രേറ്റ്സും ഒക്കെ പഠിച്ചു. അതിൽ കമ്പയർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് എന്ത്, സിലിക്കേറ്റ്സ്. സിലിക്കേറ്റ് നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അതായത് ഓരോ ടൈപ്പ് സിലിക്കേറ്റ്സ്, അതിൻ്റെ ജനറൽ ഫോർമുല എന്താണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പോർഷനാണ് എന്ത്, സിലിക്കേറ്റ്സ്. സിലിക്കേറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, സിലിക്കണും ഓക്സിജനും, അതായത് SiO4 4- ടെട്രാഹെഡ്രൽ യൂണിറ്റ്സ് കാണുന്ന ഒരു മിനറൽ ആണ് എന്ത്, സിലിക്കേറ്റ്സ്. SiO4 4- യൂണിറ്റ്സ് ടെട്രാഹെഡ്രൽ കാണുന്ന ഒരു മിനറൽ ആണ് എന്ത്, സിലിക്കേറ്റ്സ്, വിച്ച് ആർ ലിങ്ക്ഡ് ടുഗദർ ഇൻ സെവറൽ പാറ്റേൺസ്. ഇനി ഈ പാറ്റേൺ മാറുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ടെട്രാഹെഡ്രൽ യൂണിറ്റ് ലിങ്ക് ചെയ്യുന്നതിന്റെ ഡിഫറൻസ് അനുസരിച്ച് ഈ സിലിക്കേറ്റ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മെയിനായിട്ട് 7 ക്ലാസിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് വൺ ഓർത്തോ സിലിക്കേറ്റ് അല്ലെങ്കിൽ നേസോ സിലിക്കേറ്റ്സ്. ഫസ്റ്റ് ഇതിന്റെ പേര് തന്നെ പഠിച്ചു വെക്കണം. ഓരോന്ന് ഈ 2 പേര് പറഞ്ഞു. ചില സമയത്ത് സോറോ സിലിക്കേറ്റ്സ് എന്ന് ചോദിക്കും, ചില സമയത്ത് പൈറോന്ന് ചോദിക്കും. അപ്പം കറക്റ്റ് ഇതിന്റെ ഓൾട്ടർനേറ്റ് പേരും പഠിച്ചിരിക്കണം. അതിന്റെ ഓരോന്നും ജനറൽ ഫോർമുല എന്താണ്, സ്ട്രക്ചർ എന്താണ്, ഏതൊക്കെ കോർണേഴ്സ് തമ്മിലാണ് ബോണ്ടിങ് വരുന്നത്, അതൊക്കെ പഠിച്ചിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ലപോലെ ഈ പോർഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഓർത്തോ സിലിക്കേറ്റ്സ് അല്ലെങ്കിൽ നേസോ സിലിക്കേറ്റ്സ്. സെക്കൻഡ് വൺ പൈറോ സിലിക്കേറ്റ് ഓർ സോറോ സിലിക്കേറ്റ്സ്. തേർഡ് സൈക്ലിക് സിലിക്കേറ്റ് ഓർ റിംഗ് സിലിക്കേറ്റ്സ്. ഫോർത്ത് ചെയിൻ സിലിക്കേറ്റ് ഓർ പൈറോസീൻസ്. ഫിഫ്ത്ത് വൺ ആണ് ഡബിൾ ചെയിൻ സിലിക്കേറ്റ് ഓർ ആംഫിബോൾസ്. സിക്സ്ത് വൺ ഷീറ്റ് ഓർ ഫില്ലോ സിലിക്കേറ്റ്സ്. സെവൻത് വൺ 3-dimensional ഓർ ടെക്ടോ സിലിക്കേറ്റ്സ്. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ. ഇനി ഇതിന്റെ ഓരോന്നിന്റെ സ്ട്രക്ചറൽ എന്താണ് ഡിഫറൻസസും അതൊക്കെ നന്നായിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കുക. ഫസ്റ്റ് വൺ ഓർത്തോ സിലിക്കേറ്റ്സ് അല്ലെങ്കിൽ എന്താണ് നേസോ സിലിക്കേറ്റ്സ് ഓർ ഐലൻഡ് സിലിക്കേറ്റ്സ് എന്നും ഇതിനെ പറയാറുണ്ട്. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സിലിക്കേറ്റ്. ഇതിനകത്ത് എന്തുണ്ടാവും, ഒരു ഡിസ്ക്രീറ്റ് SiO4 4- യൂണിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അതായത് സിലിക്കൺ 4 ഓക്സിജൻ. ഇതാണ് എന്ത് നമ്മളുടെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സിലിക്കേറ്റ്, ഓർത്തോ സിലിക്കേറ്റ്. അതിനകത്ത് എന്താണ് ഡിസ്ക്രീറ്റ് SiO4 4- യൂണിറ്റ് ഉണ്ടായിരിക്കും. ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓർത്തോ സിലിക്കേറ്റ്സ് അല്ലെങ്കിൽ നേസോ സിലിക്കേറ്റ്സ്. ഈ സ്ട്രക്ചറും അറിഞ്ഞിരിക്കണം. എക്സാമ്പിൾസ് ആണ് ഫീനസൈറ്റ്, ഓൾസോ നോൺ ആസ് ഫീനക്കൈറ്റ് എന്നും പറയും. എക്സാമ്പിൾസ് Be2SiO4. ഇവിടെ നോക്ക്, ഒരു SiO4 യൂണിറ്റ് ആണ് ഉണ്ടാവുക. വിൽമൈറ്റ്, അതുപോലെ തന്നെ എന്താണ് മറ്റൊരു ഒലിവീൻ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, നമ്മളുടെ സിമ്പിൾ ഓർത്തോ സിലിക്കേറ്റിന് എക്സാമ്പിൾസ് ആണ്. അതിന്റെ എക്സ്പ്ലനേഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാം ഇത് വായിച്ചു നോക്കുക. അതിന്റെ ഫോർമുലയൊക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക.
ഞാൻ നിർബന്ധം പിടിക്കില്ല, പക്ഷെ പഠിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. മെയിനായിട്ടും സെറ്റിനെക്കാട്ടിലും ഗേറ്റും നെറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതും കൂടി പഠിച്ചു പോവുക. പിന്നെ മറ്റൊരു എക്സാമ്പിളാണ് സിർക്കോൺ. അറ്റ്ലീസ്റ്റ് എക്സാമ്പിൾസ് എങ്കിലും പഠിക്കുക, പേര് പഠിച്ചു വെക്കുക. ഫീനസൈറ്റ്, വിൽമൈറ്റ്, ഒലീവിൻ ആൻഡ് സിർക്കോൺ, ഈ 4 എണ്ണമാണ് മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾസ്. ഓർത്തോസിലിക്കേറ്റ്സിന്റെ എക്സാമ്പിൾ ഓർത്ത് വെക്കണം. എന്താണ്? SiO4 4- ഡിസ്ക്രീറ്റ് യൂണിറ്റ് ഉണ്ടാവും എവിടെ? ഓർത്തോസിലിക്കേറ്റ്സിന്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് പൈറോസിലിക്കേറ്റ്, അതല്ലെങ്കിൽ സോറോസിലിക്കേറ്റ്, അതല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഡൈസിലിക്കേറ്റ്. എന്താണ്? പൈറോസിലിക്കേറ്റ്, അതല്ലെങ്കിൽ സോറോസിലിക്കേറ്റ്, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് എന്ത്? ഡൈസിലിക്കേറ്റ്. ഇതിനകത്ത് എന്താണ്? Si2O7 6- ആയിരിക്കും അതിന്റെ എന്ത്? ജനറൽ ഫോർമുല. അതായത് രണ്ട് SiO4 4- യൂണിറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുക. എന്താണ്? ഷെയർ 1 ഓക്സിജൻ ആറ്റം. ഓരോ ഓക്സിജൻ ആറ്റം ആണ് അവർ ഷെയർ ചെയ്യുന്നത്. അപ്പം ചോദിക്കാം, പൈറോസിലിക്കേറ്റ്സിൽ എത്ര ഓക്സിജൻ ആറ്റം ടെട്രാഹൈഡ്രൽ യൂണിറ്റ് തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ട്? ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെ എന്താണ് ആൻസർ? 1 ഓക്സിജൻ ആറ്റം ആണ്, അല്ലെങ്കിൽ ഒരു കോർണർ ആണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ എന്താണ്? അത്തരം സിലിക്കേറ്റ്സ് ആണ് എന്ത്? പൈറോസിലിക്കേറ്റ്സ്, അല്ലെങ്കിൽ സോറോസിലിക്കേറ്റ്, അല്ലെങ്കിൽ ഡൈസിലിക്കേറ്റ്. Si2O7 6- ആണ് അതിന്റെ ജനറൽ ഫോർമുല. സ്ട്രക്ചർ പറഞ്ഞിരിക്കുക. ഇതിൽ കാണുന്ന ഈ റെഡ് ആണ് എന്ത്? സിലിക്കൺ. ഈ ബ്ലൂ സർക്കിൾസ് ആണ് എന്ത്? ഓക്സിജൻ. അപ്പം ഒരു ഓക്സിജൻ ആണ് ഇവർ ഷെയർ ചെയ്യുന്നതെങ്കിൽ അതെന്താണ്? പൈറോസിലിക്കേറ്റ്സ് ആണ്. പൈറോസിലിക്കേറ്റ് അയോൺ ഈസ് ലെസ് ബേസിക് ദാൻ ഓർത്തോസിലിക്കേറ്റ് ആണ്. ബേസിസിറ്റി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ്? ഓർത്തോസിലിക്കേറ്റിനെക്കാട്ടിൽ ലെസ് ബേസിക് ആണ് എന്ത്? പൈറോസിലിക്കേറ്റ്. there only one mineral in nature containing pyrosilicate ion. ഈ തോഡ് വിറ്റൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സിലിക്കേറ്റ് മാത്രമേ ഉള്ളൂ പൈറോസിലിക്കേറ്റ് ആയിട്ട്. SC2 Si2O7 Si2O7 യൂണിറ്റ് ഉണ്ടെങ്കിൽ ആണെങ്കിൽ എന്ത്? നമ്മുടെ പൈറോസിലിക്കേറ്റ്. നാച്ചുറലി ഓക്കറിങ് ഒരേ ഒരു പൈറോസിലിക്കേറ്റ് ഉള്ള എന്താണ്? SC2 Si2O7 എന്ന് പറയുന്നതാണ് നാച്ചുറലി ഓക്കറിങ് പൈറോസിലിക്കേറ്റ്. മൂന്നാമത്തെയാണ് സൈക്ലിക് സിലിക്കേറ്റ്സ്. സൈക്ലിക് സിലിക്കേറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? SiO3 N times 2N ആണ് ജനറൽ ഫോർമുല. സൈക്ലിക് സിലിക്കേറ്റ്സ് പേര് പോലെ തന്നെ സൈക്ലിക് ആയിരിക്കും അത്. which are formed by linking 3 or more tetrahedral SiO4 4- units. എല്ലാത്തിന്റെയും ബേസിക് SiO4 യൂണിറ്റ് ആണ്. ഓക്കെ, SiO4 4- യൂണിറ്റ്സ് ആണ്. രണ്ടെണ്ണം ഒരു ഓക്സിജൻ ആറ്റം വെച്ച് ഷെയർ ചെയ്യുകയാണ്. എന്താണത്? പൈറോസിലിക്കേറ്റ്സ് ആണ്. ഇനി 3 അതിലധികമോ SiO4 4- യൂണിറ്റ്സ് തമ്മിൽ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ അത് എന്താവും? സൈക്ലിക് സിലിക്കേറ്റ്സ് ആവും. അത് ജനറൽ ഫോർമുല എന്താണ്? SiO3 N 2N- എന്നായിരിക്കും അതിന്റെ ഫോർമുല. ഇനി ഇവിടെ എന്താണ്? Nന്റെ വാല്യൂ 3 ആണെങ്കിൽ എന്ത് വരും ഇതിന്? Si3O 3 × 3 O9. ഇവിടെ 2N വരും. അപ്പൊ എന്താണ്? 6-. 3 എണ്ണത്തിന്റെ 3 SiO4 4- യൂണിറ്റ്സുകൾ തമ്മിൽ ലിങ്ക് ചെയ്യുമ്പോഴാണിത്. ഇനി 6 എണ്ണമാണെങ്കിലോ ഈ രീതിയിൽ വരും. അപ്പം കോമൺ ആയിട്ട് ഫോർമുല പഠിക്കുക. SiO3 N times 2N- ആയിരിക്കും സൈക്ലിക് സിലിക്കേറ്റ്സിന്റെ ജനറൽ ഫോർമുല. ഈ നോക്കുക, ഓരോ യൂണിറ്റ്, ഇപ്പൊ ഈ ഒരു യൂണിറ്റ് ആണ് നമ്മുടെ ഒരു SiO4 യൂണിറ്റ്. അതെന്താണ്? 2 ഓക്സിജൻ ആറ്റം ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ഇത് നോക്കിയാലോ, ഇതും 2 എണ്ണം ഷെയർ ചെയ്യുന്നു. ഇത് കമ്പയർ ചെയ്യാൻ 2 എണ്ണം. അങ്ങനെ നോക്കിയാൽ ഏതിന്റെ നോക്കിയാൽ അങ്ങനെ ഈ ഒരു ടെട്രാഹെഡ്രൽ നോക്കിയാൽ ഇത് 2 എണ്ണം. ഇത് നോക്കിയാൽ ഈ 2 ഓക്സിജൻ. ഇവിടെ നോക്കിയാൽ ഈ 2 ഓക്സിജൻ. ഇത് നോക്കിയാൽ ഈ 2 ഓക്സിജൻ. ഇതിൽ ഈ 2 ഓക്സിജൻ. ഈ ടെട്രാഹെഡ്രൽ യൂണിറ്റിൽ എന്താണ്? ഈ 2 ഓക്സിജൻ. അപ്പം 2 ഓക്സിജൻ ആറ്റം ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? മറ്റു യൂണിറ്റ്സുമായിട്ട് 2 ഓക്സിജൻ ആറ്റം ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? സൈക്ലിക് സിലിക്കേറ്റ്സ് ആയിരിക്കും. 2 എണ്ണം ആണെങ്കിൽ എന്താണ്? സൈക്ലിക് സിലിക്കേറ്റ്. ഒരെണ്ണം ആണെങ്കിൽ എന്തായിരുന്നു? പൈറോസിലിക്കേറ്റ്സ്. അങ്ങനെ ഓർത്ത് വെക്കുക. അങ്ങനെ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിന് എക്സാമ്പിൾ ആണ് എന്താ? ബെനിറ്റോയിറ്റ്. അതായത് 3 ടെട്രാഹെഡ്ര അറേഞ്ച് ചെയ്തേക്കാണ്. അതിന്റെ പേരാണ് ബെനിറ്റോയിറ്റ്. എക്സാമ്പിൾ ചോദിക്കും. പിന്നെ ബെറൈൽ ചോദിക്കും. ബെറൈൽ 6 സിലിക്കേറ്റ് റിങ്സ് ആണുള്ളെങ്കിൽ എന്താണ്? ബെറൈൽ. എക്സാമ്പിൾസ് ചോദിക്കാം. നാലാമത്തെയാണ് ചെയിൻ സിലിക്കേറ്റ്സ് ഓർ പൈറോസീൻസ്. ചെയിൻ സിലിക്കേറ്റ്സ് അല്ലെങ്കിൽ പൈറോസീൻസ്. നമ്മൾ
റിംഗ് സിലിക്കേറ്റ്സിനകത്ത് കണ്ടു, അല്ലെങ്കിൽ സൈക്ലിക് സിലിക്കേറ്റിനകത്ത് നമ്മൾ കണ്ടിരുന്നു SiO3N2N-N ആണ് അവിടെ എന്ത് ജനറൽ ഫോർമുല. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ എന്താണ്, ലീനിയർലി ആണ് ബോണ്ട് ചെയ്തേക്കുന്നത്. മറ്റേ നോക്ക് സൈക്ലിക്കലി ആയിരുന്നു, പക്ഷെ ഇവിടെ എന്താണ്, ചെയിൻ സിലിക്കേറ്റ്സിൽ ലീനിയർലി ആണ്. ഇവിടെ എന്താണ്, 2 ഓക്സിജൻ ആറ്റം മറ്റ് അതർ യൂണിറ്റ്സുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ലീനിയർലി ആണെങ്കിൽ അത് ചെയിൻ സിലിക്കേറ്റ് ആണ്, സൈക്ലിക്കലി ആണെങ്കിൽ അതെന്താണ്, റിംഗ് സിലിക്കേറ്റ് ആണ്. അതിൻ്റെയും എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം. സ്പോഡുമീൻ, അല്ലെങ്കിൽ എന്താണ് മറ്റൊരു എക്സാമ്പിൾ ഡയോപ്സൈറ്റ്, വോളാസ്റ്റോണൈറ്റ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ചെയിൻ സിലിക്കേറ്റ്സിന് എക്സാമ്പിൾ ആണ്. ഇവിടെ നോക്കുക, ഒരു യൂണിറ്റ് 2 ഓക്സിജൻ ആറ്റം ഷെയർ ചെയ്യുന്നുണ്ട്. ജനറൽ ഫോർമുലയും പഠിച്ചിരിക്കുക. ഇനി ഡബിൾ ചെയിൻ സിലിക്കേറ്റ്സ്. ഡബിൾ ചെയിൻ സിലിക്കേറ്റ്സ് അല്ലെങ്കിൽ എന്താണ്, ആംഫിബോൾസ്. അതിന്റെ ജനറൽ ഫോർമുല എന്താണ്, Si4O11N ടൈംസ് 6N ആയിരിക്കും, N മൈനസ് ആയിരിക്കും ഇതിന്റെ ആംഫിബോൾസ് അല്ലെങ്കിൽ എന്താണ്, ഡബിൾ ചെയിൻ സിലിക്കേറ്റ്സ്. മറ്റേ ചെയിൻ സിലിക്കേറ്റ്സ് ആണെങ്കിൽ എന്താണ്, ഒരു ചെയിനിൽ പോകുന്നതാണെങ്കിൽ ഡബിൾ ചെയിൻ എന്താണ്, 2 ചെയിൻ തമ്മിൽ ഇന്റർലിങ്ക് ചെയ്യുന്നുണ്ട്. There are 2 types of tetrahedra, those sharing 3 vertices and those sharing only 2 vertices. ഇതിൽ 2 ടൈപ്പ് എന്തുണ്ട്, ടെട്രാഹെഡ്ര ഉണ്ട്. നിങ്ങൾ നോക്കിക്കേ, നമ്മൾ ഈ ഒരു ടെട്രാഹെഡ്ര എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ എന്താണ് 1 2 3 3 ഓക്സിജൻ അല്ലെങ്കിൽ 3 കോർണേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ചിലത് നോക്കി, ഇതിനെ നോക്ക്, ഇത് നോക്കുമ്പോൾ എങ്ങനെയാണ്, 2 ഓക്സിജൻ ആറ്റമേ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പം ഈ ആംഫിബോൾ സിലിക്കേറ്റ്സ് അല്ലെങ്കിൽ എന്താണ് ഡബിൾ ചെയിൻ സിലിക്കേറ്റ്സിനകത്ത് എന്ത് വരുന്നു, 2 ടൈപ്പ് ഷെയറിംഗ് ഉണ്ട്. 3 വെർട്ടിസസും ഷെയർ ചെയ്യുന്നതുണ്ട്, 2 വെർട്ടിസസ് ഷെയർ ചെയ്യുന്നതുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് എന്ത്, ആസ്ബറ്റോസ്. അപ്പം ചോദിക്കാം ആസ്ബറ്റോസ് ഏത് ടൈപ്പ് സിലിക്കേറ്റ് ആണെന്ന് ചോദിക്കാം. അല്ലെ ട്രെമോലൈറ്റ്, ഇത് മറ്റൊരു എക്സാമ്പിൾ ആണ്. 5ാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഷീറ്റ് സിലിക്കേറ്റ് അല്ലെങ്കിൽ എന്താ ഫൈലോസിലിക്കേറ്റ്സ് ഓർ 2 ഡയമെൻഷണൽ സിലിക്കേറ്റ്. ഇതിൽ ഏത് പേര് വേണമെങ്കിലും ചോദിക്കാം. അതിന് ജനറൽ ഫോർമുലയാണ് Si2O5N2N-. ജനറൽ ഫോർമുല അറിഞ്ഞിരിക്കുക. ഇവിടെ എങ്ങനെയാണ്, 3 ഓക്സിജൻ ആറ്റം വിത്ത് അതേഴ്സ് ആൻഡ് ദസ് ബൈ ഫോമിംഗ് 2 ഡയമെൻഷണൽ ഷീറ്റ് ആയിരിക്കും ഇവർ ഫോം ചെയ്യുന്നത്. 3 ഓക്സിജൻ ആറ്റം ഷെയർ ചെയ്യുന്നുണ്ട്. These silicates can be cleaved easily just like graphite. The layers are held together by weak van der Waals forces ആയിരിക്കും. ഇത് മാത്രം ഓർത്തിരിക്കുക, ഫോർമുല ഓർത്തിരിക്കുക, എത്ര ഓക്സിജൻ ആറ്റം ഷെയർ ചെയ്യുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. ഇവരെന്താണ്, വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവർ എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ആണ് എന്ത് ചോദിക്കുക. അപ്പം ടാക്ക്, മൈക്ക, നമുക്ക് കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളതല്ലേ, ടാക്ക് മൈക്ക ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ക്ലേ, കയോലിനൈറ്റ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്, ഷീറ്റ് സിലിക്കേറ്റ്സിന് എക്സാമ്പിൾ ആണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ആണ് സിലിക്കോൺസ്. സിലിക്കോൺസ് എന്ന് വെച്ചാൽ എ ഗ്രൂപ്പ് ഓഫ് ഓർഗനോ സിലിക്കൺ പോളിമേഴ്സ് ആണ് എന്ത് സിലിക്കോൺസ്. ഇതിന് ഒരുപാട് യൂസസ് ഉണ്ട്. എന്താണ് ഇത്, നമ്മൾ ഫ്ലൂയിഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു, ഓയിൽസ്, ഇലാസ്റ്റോമസ്, അതായത് റബ്ബറിന് പകരമായിട്ട് റെസിൻസ് ആയിട്ടൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, സിലിക്കോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താണ്, ഓൾട്ടർനേറ്റിംഗ് ഓക്സിജൻ ആൻഡ് സിലിക്കൺ ആറ്റംസ് ഉണ്ട്. പിന്നെ എന്താണ്, ആൽക്കൈൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ കാർബണോ ആയിട്ടോ ഹൈഡ്രജനോ ആയിട്ടോ ഒക്കെ എന്ത് ചെയ്യും, ഫ്രീക്വന്റ്ലി കമ്പൈൻ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ജനറൽ ഫോർമുലയാണ് R2SiO. ഇവിടെ നോക്കാം, R2 എത്ര ഒരു ഭാഗം എടുത്തത് റിപ്പീറ്റിംഗ് ആണ്, R2SiO N ടൈംസ്. വേർ R എന്ന് പറയുമ്പോൾ എന്താവാം, മീഥൈൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ അറൈൽ ഗ്രൂപ്പോ ആകാം. ഈ R2SiO N ടൈംസിന്റെ റെപ്പിറ്റേഷൻ ആയിരിക്കും എന്ത്, സിലിക്കോൺ പോളിമർ എന്ന് പറയുന്നത്. Preparation. Methyl chloride react with silicon in presence of copper at 573 Kelvin. ഇങ്ങനെ മീഥൈൽ ക്ലോറൈഡ് സിലിക്കണോട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്നു, പല ടൈപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ക്ലോറോസിലൈൻസ് ഉണ്ടാകും. അതായത് ഈ ഫോർമുലാസ് ഒക്കെയുള്ള ക്ലോറോസിലൈൻസ് ഉണ്ടാകും. അതിനെ ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ ഡൈക്ലോറോ ഡൈമീഥൈൽ സിലൈനെ എന്ത് ചെയ്യുക, ഹൈഡ്രലൈസ് ചെയ്തിട്ട് പിന്നെ പോളിമറൈസേഷൻ നടക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, സ്ട്രേറ്റ് ചെയിൻ പോളിമേഴ്സ് ഓഫ് സിലിക്കോൺസ് ഉണ്ടാവും. ഇനി പ്രോപ്പർട്ടീസ്. സിലിക്കോൺസ് വിത്ത് ഷോർട്ട് ചെയിൻസ് ആണെങ്കിൽ അത് ഓയിലി ലിക്വിഡ്സ് ആയിരിക്കും.
അതല്ല മീഡിയം ചെയിൻസ് ആണെങ്കിൽ എന്താണ് വിസ്കസ് ഓയിൽസ് അല്ലെങ്കിൽ ജെല്ലീസ് ഓർ ഗ്രീസസ് ആയിട്ടായിരിക്കും അവരുടെ പ്രോപ്പർട്ടീസ്. ലോങ് ചെയിൻസ് ആണെങ്കിൽ എന്താ റബ്ബറി ഇലാസ്റ്റോമേഴ്സ് ആൻഡ് റെസിൻസ് ആയിരിക്കും. അപ്പം അവരുടെ പ്രോപ്പർട്ടീസ് പറയുന്നത് ഷോർട്ട് ചെയിൻസ് ആണെങ്കിൽ ഓയിലി ലിക്വിഡ്സ് ആയിരിക്കും, മീഡിയം ചെയിൻ ആണെങ്കിൽ വിസ്കസ് ഓയിൽസ് അല്ലെങ്കിൽ ജെല്ലീസ് അല്ലെങ്കിൽ ഗ്രീസസ് ഒക്കെ ആയിരിക്കും, ലോങ് ചെയിൻ ആണെങ്കിൽ കുറച്ചുകൂടി ഹാർഡ് ആയിട്ടുള്ള റബ്ബറി ഇലാസ്റ്റോമേഴ്സ് അല്ലെങ്കിൽ റെസിൻസ് ആയിരിക്കും. ദേ ആർ കെമിക്കലി ഇനേർട്ട്, resistant to oxidation and thermal decomposition. Silicones are surrounded with non-polar alkyl group that are water repelling in nature. നമുക്കറിയാം സിലിക്കോണിന്റെ ചുറ്റും എന്തുണ്ട്, നോൺ പോളർ എന്താണ് ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, അതിന് വാട്ടർ റിപ്പല്ലിംഗ് നേച്ചർ ഉണ്ട്. ദേ ആർ ഹീറ്റ് റെസിസ്റ്റന്റ് ആൻഡ് പൊസസ് ഹൈ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. സിലിക്കോൺസ് എന്താണ് ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വളരെ കൂടുതലാണ്. ഇതിന്റെ യൂസസ്, they are used in making waterproof paper, wool, textile, wood, etc. by coating them within thin film of silicones. അതായത് നമ്മൾ പറഞ്ഞു ഹാർഡ് ആണെന്ന് പറഞ്ഞു, വാട്ടർ റിപ്പല്ലിംഗ് എബിലിറ്റി ഒക്കെ ഉള്ളത് കൊണ്ട് ഈ വാട്ടർ പ്രൂഫ് പേപ്പറും വൂളും ടെക്സ്റ്റൈൽസും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. വുഡിനകത്തൊക്കെ വാട്ടർ റിപ്പല്ലിംഗ് പ്രോപ്പർട്ടി കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സിലിക്കോൺസിന്റെ തിൻ ഫിലിം യൂസ് ചെയ്താൽ മതി. ദേ ആർ യൂസ്ഡ് ആസ് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ ദേ ആർ യൂസ്ഡ് ആസ് ലൂബ്രിക്കൻസ് അറ്റ് ഹൈ ആസ് വെൽ ആസ് അറ്റ് ലോ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ റെസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൂബ്രിക്കൻസ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആസ് there is very little change in their viscosity with the temperature. ടെമ്പറേച്ചർ ഇപ്പം സാധാരണ എല്ലാ ലിക്വിഡ്സ് എന്താണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നത്, പക്ഷേ വലിയ ഡിഫറൻസ് ഒന്നും ഇതിന് കാണാത്തത് കൊണ്ട് നമുക്ക് ഹൈ ടെമ്പറേച്ചറിലും ലോ ടെമ്പറേച്ചറിലും എന്തായിട്ട് യൂസ് ചെയ്യാം, സിലിക്കോൺസ് നമുക്ക് ലൂബ്രിക്കൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ദേ ആർ യൂസ്ഡ് ഇൻ സർജിക്കൽ ഇംപ്ലാന്റ്സിനും യൂസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് ഫുള്ളറീൻസ്. These are a family of polyhedral carbon allotrope. നമ്മൾ കാർബൺ അലോട്രോപ്പ് പണ്ടേ നമുക്കറിയാം എന്താണ് ഡയമണ്ട്സ്, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻസ്, കാർബൺ നാനോ ട്യൂബ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ മറ്റൊരു അലോട്രോപ്പ് ആണ് എന്ത് ഫുള്ളറീൻസ്. അതിന്റെ ഫോർമുല എന്താണ് C2N ആയിരിക്കും. അതിൽ N എന്ന് വെച്ചാൽ 30 മുതൽ 48 വരെയുള്ള വാല്യൂ വരാം. അങ്ങനെയുള്ള ഒരു കാർബൺ പോളിഹെഡ്രൽ കാർബൺ അലോട്രോപ്പ് ആണ് എന്ത് ഫുള്ളറീൻസ്. The most common of these roughly spherical molecules C60, നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് C16 മോളിക്യൂൾ ആണ്. കൺസിസ്റ്റ് ഓഫ് array of 60 atoms. C16 60 കാർബൺ ആറ്റംസ് ഉണ്ട്. എന്താണ് അതിന്റെ ജോമെട്രി ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്താണ് ഫുള്ളറീൻസിന്റെ ട്രങ്കേറ്റഡ് ഐക്കോസാഹെഡ്രൺ ആണ്. ഇതിനകത്ത് എത്ര ഉണ്ട് 20 ഹെക്സഗൺസും 12 പെന്റഗൺസും ഉണ്ട്. അപ്പം ജോമെട്രി ഓഫ് എന്താണ് C16 ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്താണ് ട്രങ്കേറ്റഡ് ഐക്കോസാഹെഡ്രൺ ആണ്, 20 ഹെക്സഗൺസും ഉണ്ട്, 12 എന്താണ് പെന്റഗൺസും ഉണ്ട്. The preparation: when graphite is highly heated in an inert atmosphere, vaporized form of carbon will get. അതാണ് ഫുള്ളറീൻസ്. ഫുള്ളറീൻസ് എങ്ങനെ കിട്ടുന്നത്, ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ഗ്രാഫൈറ്റ് ഹീറ്റ് ചെയ്താൽ നമുക്ക് ഫുള്ളറീൻസ് കിട്ടും. All the rings in C60 are aromatic so that it will undergo aromatic electrophilic substitution. ഈ C60 പെന്റഗൺസ് ആണെങ്കിലും എന്താണ് ഹെക്സഗൺസ് ആണെങ്കിലും എല്ലാം എന്താണ് ആരോമാറ്റിക് നേച്ചർ ആണ്. അതുകൊണ്ട് തന്നെ ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആര് തരാറുണ്ട്, C60 തരാറുണ്ട്. ഈച്ച് കാർബൺ ഈസ് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ചോദിക്കാൻ ചാൻസ് ഉള്ള ഇപ്പം എന്താണ് അതിന്റെ ഹൈബ്രിഡൈസേഷൻ ചോദിക്കാം, sp2. സ്ട്രക്ചർ ചോദിക്കാം, എന്താണ് ട്രങ്കേറ്റഡ് ഐക്കോസാഹെഡ്രൺ ആണ്. എത്ര ഹെക്സഗണും പെന്റഗണും ഉണ്ടെന്ന് ചോദിക്കാം. അതുപോലെ ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ തരുവോ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ തരുവോ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ പ്രിപ്പറേഷൻ ചോദിക്കാം. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രഗ് ഡെലിവറി സിസ്റ്റം ഇൻ ബോഡി, ഇൻ ലൂബ്രിക്കൻസ് ആൻഡ് ആസ് കാറ്റലിസ്റ്റ്. ഇന്നത്തെ ഈ സമയങ്ങളിൽ ഒരുപാട് എന്താണ് ആപ്ലിക്കേഷൻ ഉണ്ട് മെഡിക്കൽ ഫീൽഡ്, അതായത് ഡ്രഗ് ഡെലിവറി സിസ്റ്റമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഫുള്ളറീൻസ്. അതായത് നാനോ പാർട്ടിക്കിൾസ് ആണ്. ഇപ്പം എന്താണ് ഇതിന് ഡ്രഗ് ഡെലിവറി സിസ്റ്റമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഫുള്ളറീൻ. താങ്ക് യു ഓൾ.